നമുക്കെയും ഇന്ന് പ്രതീക്ഷിച്ച് ഇവിടെ കാത്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സിറാജുദ്ദീൻ സുഹരി ഉസ്താദിന്റെ വളരെ സാരവത്തായ, വളരെയധികം ചിന്തനീയമായ, പ്രഗൽഭമായ വഅദ് കേൾക്കാൻ വേണ്ടിയാണ്. നാം ഉദ്ദേശിച്ചതിനേക്കാളും നല്ല നിലക്ക് ഉസ്താദ് അവർകൾ നമുക്ക് വേണ്ടുന്ന ഉപദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുബ്ബിനെ കുറിച്ചുമൊക്കെ വേണ്ടുവോളം നമുക്ക് പറഞ്ഞു തരും. അല്ലാഹു ഉസ്താദിന് അതിന്റെ തൗഫീഖ് നൽകുമാറാവട്ടെ. അതേപോലെ ഉസ്താദ് അവർകൾ നമുക്കൊക്കെയും എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഉസ്താദിനെ കുറിച്ച് പരിചയമുണ്ടാകും. ഉസ്താദിന്റെ വാളുകളൊക്കെ നിങ്ങൾ ധാരാളം കേട്ടവരായിരിക്കാം. അതുകൊണ്ട് ഉസ്താദിനെ കുറിച്ച് കൂടുതലൊന്നും ഇരുത്തിക്കൊണ്ട് പറയുന്നില്ല. എല്ലാവിധ സ്വാഗതങ്ങളും ഉസ്താദ് അവർക്ക് നൽകിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദിനെ വളരെ ആദരവോടെ ഉപദേശത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد صلاة وسلاما عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله صلى الله عليه وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. چل مولاي അർത്ഥം ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. سعد سعيد زبير طلحة وأبي عبيدة وابن عوف الناشر الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. വലിയ ബഹുമാനമുള്ള ഞങ്ങളെ ഈ പള്ളിയുടെ ഖതീബ് ഉസ്താദ് സ്റ്റേജിൽ നല്ല സുഹൃത്തുമായിട്ടുള്ള സുഹരി ഉസ്താദ്, അതുപോലെ ബാക്കി ഉസ്താദന്മാരും ഞങ്ങളെ ഈ ജമാഅത്തിലെ ആഡളിത സമിതിയിലുള്ള കാര്യസ്ഥന്മാർ, ജമാഅത്ത് ഭാരവാഹികൾ, സംഘടന കുടുംബത്തിൽ പ്രവർത്തിക്കടെ സംഘ നേതാക്കൾ, അതുപോലെ നമ്മുടെ ശബ്ദം കേട്ടോണ്ടുള്ള ഉമ്മ പെങ്ങന്മാർ, മക്കൾ, ഓൺലൈനിൽ കൂടി നന്റെ ശബ്ദ വീക്ഷണാക്കിയോണ്ടുള്ള ഇതര ഗൾഫിലുള്ള ആൾക്കാർ അടക്കം എല്ലാവർക്കും റബ്ബുൽ ഇസ്സത്തായ രാജാവോ ദീർഘായുഷ്യം ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഈ മജ്ലിസ് അല്ലാഹു കബൂലാക്കട്ടെ.
എത്രയോ ദിവസങ്ങളായിട്ട് ഈ പള്ളി പരിസരം ഇത്ര ചന്താക്കുക വേണ്ടിട്ട് ഞങ്ങളെ രായത്തെ പ്രവർത്തകർ കഷ്ടപ്പെട്ടത് അധ്വാനിച്ചത് അതിന് പിന്നിൽ ഞങ്ങളെ ഉസ്താദന്മാരുടെ വലിയ കഠിന ശ്രമങ്ങൾ അല്ലാഹു എല്ലാം കബൂലാക്കട്ടെ. അതൊക്കെ സഹകരിച്ച് സഹായിച്ച് എല്ലാ ആണ് പെണ്ണടക്കമുള്ള മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു റാഹത്ത് സന്തോഷം തരട്ടുണ്ട് ദുആറുന്നുണ്ടല്ലേ. റായത്തുക്ക് വരുമ്പോ വലിയ സന്തോഷായത് ഒരു 10 നാളുക മുന്നലായിട്ട് ഞങ്ങളെ ഈ റായത്തെ വലിയ കാര്യക്രമത്തില് ഭാഗിയായിട്ട് വലിയ നിലക്ക് പ്രവർത്തിക്കുന്ന ഒരു ഉമറ പ്രവർത്തകൻ ഉസ്താദ് 24 താരീഖ് ഞങ്ങളെ ശക്തികൊപ്പത്തിൽ ഒരു പ്രസംഗിക്കാൻ വേണ്ടി കേട്ടിട്ടാകുമ്പോ ഇൻഷാ അല്ലാഹ് ഡേറ്റ് കൊടുത്തിട്ടുമായിട്ട് ശക്തികൊപ്പത്തിൽ എത്തിയിട്ടുമായിട്ട് അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. വലിയൊരു സന്തോഷമായത് തുടങ്ങുമ്പോഴത്തേക്കാണ് ഒരു സ്വലാത്ത് ചെല്ലുമ്പോ നാണ് മേക്കപ്പ് വെച്ചിട്ട് അൽഹംദുലില്ലാ നിങ്ങൾ എല്ലാവരും ജോറ് സ്വലാത്ത് ചൊന്നാറും അത് എപ്പം മറക്കുകയില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനത്തുക ആ സ്വലാത്ത് അല്ലാഹു എത്തുവാട്ടി കൊടുക്കട്ടെ. ഞങ്ങളെ ഈ നിമിഷത്തിലും ഇപ്പോഴും മദീനത്തെ രാജാവ് കണ്ടുകൊണ്ടുണ്ടോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഞങ്ങളെ ചലന വർണ്ണങ്ങൾ നിയന്ത്രണങ്ങൾ നടക്കിട ഓരോ ശൈലികളോ ഞങ്ങളെ ആഹോരാത്രിയില് ഞങ്ങളെ ദിക്റുകള് തസ്ബീഹുകള് നിസ്കാരങ്ങളോ ഖുർആനുകള് ദിക്റുകള് ഖൈറാത്തുകള് പ്രവർത്തനങ്ങള് സദഖകള് ദാനങ്ങള് ധർമ്മങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനത്തിൽ ഞങ്ങളെ കണ്ടുകൊണ്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനത്തിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ നബി തങ്ങള് ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്ന ഒരു ഹദീസ് ഉണ്ട്. ഹയാതി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും തുറദു അലയ്യ അഅമാലുക്കും ഫൈൻ വജദതു ഖൈറൻ ഹമിദുല്ലാഹ വൈൻ വജദതു ശർറൻ ഇസ്തഗ്ഫർതു ലക്കും മുഹമ്മദുർ റസൂലുള്ളാഹ്. തുടക്കത്തിൽ നിങ്ങളെ സലാത്ത് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. ആ നബി തങ്ങള് ഞങ്ങൾക്ക് സ്വലാത്ത് മറുപടിയായിട്ട് ദുആയുണ്ട്. നബി തങ്ങളുടെ അപ്പുറത്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശഫാഅത്തുകളുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കഷ്ടപ്പെട്ടതെത്ര, അധ്വാനിച്ചതെത്ര, എത്ര ഊണില്ലാണ്ട് ഉമ്മത്തീങ്ങൾക്ക് വേണ്ടിയിട്ട് സഹിച്ച ത്യാഗങ്ങൾ എത്ര മാത്രമായിട്ട് അധ്വാനങ്ങളോ എത്ര ത്യാഗങ്ങളോ എത്ര മാത്രമായിട്ട് കഷ്ടപ്പാടുകളോ എത്ര മാത്രമായിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ കണ്ണീര് വിളിച്ചതോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ പട്ടിണി തെച്ചില്ലേ? ഉസ്താദ് ചന്തു ഉസ്താദ് താരീഖ് ചന്ത ചൊല്ലണോ ഉടറായത്തെ നല്ല ഉമറ പ്രവർത്തകരോ ചരിത്രങ്ങളെ ആകാംക്ഷയോട് കൂടി ആഗ്രഹിക്കുന്ന ആളുമാറും ഞങ്ങൾക്ക് ചെല്ലെങ്കിൽ ഒരു നാലെന്തോ അല്ല എത്രയോ ജീവിതമാത്ര ചൊന്തങ്ങൾ തീരാത്ത കഥകളുണ്ട്. എന്നാലും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ നബി തങ്ങള് മദീനത്തിൽ വെച്ചിട്ടോ ഞങ്ങളെ ഓരോ ചലനങ്ങൾ കണ്ടോണ്ടുണ്ടോ? നബി തങ്ങൾ ചെന്ന് ഹയാതി ഖൈറുൽ ലക്കും നാണ് ജീവിച്ച 63 വർഷ 23 വർഷ പ്രബോധനാകിതോ 40 വർഷ നുബുവത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടോ 40 വർഷത്തെ കഷ്ടപ്പാടുകൾ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ നുബുവത്തിൽ പിന്നെ 23 വർഷ
ഞങ്ങൾക്ക് വേണ്ടി ദീനീ ദഅവത്തുകൾ നടത്തിട്ടോ. ആ ദീനീ ദഅവത്തുകളായിട്ട് നടത്തുമ്പോ ഞങ്ങളെ പാവപ്പെട്ട ഉമ്മത്തീങ്ങളെ ഓർത്തു വെച്ചിട്ടോ. ഈ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി ദ്വാർന്നിട്ടോ. ഈ ഉമ്മത്തീങ്ങൾ നല്ലായിട്ട് കിട്ടണോ. ഈ ഉമ്മത്തീങ്ങൾ നമ്മുടെ കൂടെ സ്വർഗത്തുക വരണോ. ഈ ഉമ്മത്തീങ്ങളെ രക്ഷപ്പെടണോ. ഈ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടിട്ട് പടച്ചവനോ സ്വർഗത്തെ താക്കോലായിട്ട് മുത്തഖീങ്ങൾക്ക് വേണ്ടി പടച്ചു വെച്ച സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൽ കടന്നു ചെല്ലണോ തങ്ങള്. നബിത്തങ്ങൾ ആഗ്രഹം നോക്കൂ. ഏത് നബിത്തങ്ങളോ 1501 വർഷത്തെ മീലാദില് നാണും നിങ്ങളും കൊണ്ടാടിയോണ്ടുള്ള മദ്രസ മക്കള് വിദ്യാർത്ഥികള് പാട്ടുകൾ പാടിയാറ്, പ്രസംഗങ്ങൾ ചെന്നാറ്, കവിതകൾ പാടിയാറ്, പ്രബന്ധങ്ങൾ എഴുതിയാറ്. അതേ നബിത്തങ്ങളുടെ പ്രകീർത്തനങ്ങള് മക്കൾക്ക് ഏത് ശൈലിയിൽ അവതരിപ്പിക്കുക തിരിടാ. ആ ശൈലിയിൽ മക്ക അവതരിപ്പിച്ചാറ്. അതിന്റെ പിന്നിൽ ഏകദേശം ഒരു തിങ്കളിപ്പറ ഉസ്താദന്മാർ കഷ്ടപ്പെട്ടാറ്, അധ്വാനിച്ചാറ്. അങ്ങക്ക് പ്രൈസ് ആയിട്ട് സമാധാനത്തിന് വേണ്ടിട്ട് നബി തങ്ങളുടെ ജന്മത്തെ ആഗതമായ സന്തോഷത്തില് ജമാഅത്ത് ഭാരവാഹികള്, കമ്മിറ്റി ഭാരവാഹികള് അതേ സമ്മാനമായിട്ട് പ്രൈസും എടുത്തു വെച്ചാറ്. ഇതിലെല്ലാം ഒരേ ഒരു കണക്കുള്ളൂ. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കണോ. കഅബ ഉണ്ടാക്കിയത് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഇന്ന് ഞങ്ങൾ അപ്പുറത്തിരിഞ്ഞ് നിസ്കരിക്കടെ കഅബയില്ലേ. ഈ കഅബ ഉണ്ടാക്കിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ബാപ്പയും മോനും കൂടി ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ഒരു പദചൊന്ത് ഖുർആനില് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഉണ്ടാക്കിയ കഅബ ഇന്റെ ലോകത്തിലുള്ള എല്ലാ മുഅ്മിനീങ്ങളും മുന്നിട്ട് നിസ്കരിക്കുന്ന കഅബത്തിൽ. ആ കഅബ ഉണ്ടാക്കിയിട്ട് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയുടെ ദുആ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്താ മനസ്സിലായിട്ടില്ല? ഞങ്ങൾ പള്ളി കെട്ടിയത് കൊണ്ട് കാര്യമൊന്നുമല്ല, മദ്രസ കെട്ടിയത് കൊണ്ട് കാര്യമൊന്നുമല്ല, ഈ ബൾബിട്ടിട്ട് കാര്യമൊന്നുമല്ല, ഈ വാള ചൊന്നിട്ട് കാര്യമൊന്നുമില്ലേ. ചെയ്യുടെ കർമ്മങ്ങൾ അല്ലാഹുടെ മുട്ട കബൂലാവണോ. അല്ലാഹു അങ്ങനെ ആക്കി തരും. ഞങ്ങളെ വയസ്സുള്ള എത്ര രാജാമാരുള്ളാർ, ഞങ്ങളെ മക്കളുള്ള ചെറിയ മദ്രസത്തെ ചെറിയ മക്കളടക്കം ഞങ്ങളെ കൂടെ ഉള്ള ഞങ്ങൾ ആയുഷ എത്ര തീന്ത് പാതി ജലങ്ങൾക്ക് ഫുള്ളും തീർത്ത് ചൊന്നോണ്ടുള്ളൂ. നബി തങ്ങ ജന്തു നന്റെ ആയുഷ്, നന്റെ ഉമ്മത്തിങ്ങളെ ആയുഷ് 60 വർഷ 70 വർഷത്തെ ഇടയിൽ. അല്ലാഹു ആയുഷിന് ബറക്കത്ത് തരട്ടെ, ആരോഗ്യം തരട്ടെ, ദീർഘായുഷ് തരട്ടെ. നബി തങ്ങളുടെ മദതുള്ള സദസ്സായിട്ട് അല്ലാഹു കബൂലാക്കട്ടെ. ബലിയാസറിന്റെ ഖുതുബോദില്ല ഞങ്ങളെ ഉസ്താദ് ഖുതുബോദുമ്പത്തൊരു ഖുതുബത്തൊരു കിതാബുണ്ട്, നുബാതത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ഒരു ഉദാഹരണം മനുഷ്യ കേട്ടറാ. തെങ്ങട മറയില്ല പണ്ടതിലുള്ള തെങ്ങട മരത്തിൽ ചെണ്ടിപ്പയ ചൊല്ല അങ്ങനെയല്ല, ചെറിയ ചെണ്ടിക്കായ് ചെണ്ടിക്കായ് ഒന്ന് അത് പുട്ടെങ്കിൽ പിന്നെ അത് പുട്ടെങ്കിൽ പിന്നെ തേങ്ങ അതേ മനുഷ്യ ഒന്ന് പെറ്റത് ചെറിയൊരു കിടാവ്. രണ്ടാമത് നല്ല പാലക്കാരൻ 30, 35, 25 വയസ്സുള്ള പാലക്കാരൻ, അത് പൊണ്ട. മൂന്നാമത് തേങ്ങ 50, 60, 70 വർഷത്തെ വയസ്സുള്ള ഹാജമ്മ. ചെണ്ടിപ്പല ചെറിയത്, അത് ചിലപ്പോ ഒരു 25 പിരീഡ്
5-10 പൂൾഡോ കാലി ഒരു 5 അല്ലെങ്കിൽ 6-7 ബൊണ്ട ബാക്കി. ചെറിയ മക്ക ചെറിയ ചെണ്ടിപ്പയ പൂളും പോലെ മക്ക മരിച്ചിട്ട് പോകും. എത്ര 8-10 ബാക്കി. അതാണ് ബൊണ്ട. അവത്ത് ഒരു ഗസ്റ്റ് വന്നപ്പോ ആ ബൊണ്ടത്തിന് നല്ല ഉസ്താദ് എന്താക്കി നല്ലൊരു ദോണ്ടിയും കെട്ട് കത്തിയും കെട്ട് ആ ബൊണ്ടത്തെ ബലിച്ചിട്ട് എടുക്കട് നല്ല കൊത്തിട്ട് തന്നു സൂര്യ ഉസ്താദ് വന്നു നാണതിരെ കുടിച്ച് ബാലക്കാരനെ ആക്സിഡന്റിൽ അങ്ങനെ മരിച്ചിട്ടും പോവാറ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. അല്ലേ അതേ തെങ്ങിന്റെ മരത്തിന് തേങ്ങയില്ലേ? ചില തേങ്ങ ഏകദേശം ഉണങ്ങുമ്പോ പൂൾഡു, ചില തേങ്ങ എത്ര പലിച്ചിട്ടെങ്കും പൂളില്ലേ. ചിലത് വയസ്സാകുമ്പോ മരിച്ചിട്ട് പോണ്ടാറ്, ചിലത് വയസ്സായിട്ട് കയ്യും കാലും മൂലക പോകുന്ന ആയുസ് തീരില്ലേ. സുബ്ഹാനമഞ്ചല്ല. മനുഷ്യരുടെ ആയുസ് നോക്കൂ, 60 വർഷത്തെ ആയുസ് നോക്കുമ്പോ ഒരേ കാര്യം ഓർമ്മപ്പെടുത്തുള്ളത് 60-70 വർഷമായ നല്ല വയസ്സ് രാജാമാറുള്ളാറ്, ഞങ്ങളെ കീഴിൽ ഉമ്മമാറുള്ളാറ്. അങ്ങ എത്ര ഹജ്ജ് ചെയ്താറ്, എത്ര ഇമാമ് ജമാഅത്തായിട്ട് നിസ്കരിച്ചാറോ, എത്ര സ്വതക്കകൾ ദാനങ്ങൾ ധർമ്മങ്ങൾ കൊടുത്താറോ, എത്ര മാത്ര പാവത്തെ മങ്ങിൽ സഹായിച്ചാറോ, എത്ര മാത്ര അയൽവാക്കുകൾക്ക് അപ്പുറ ഇപ്പുറ സഹകരണാക്കിയാറോ. 7 വർഷത്തെ ആചാറ് വിന്നു അല്ലേ. ലീസ്റ്റ് ഉണ്ട്. നാണ് കുറെ ആക്കിര ഷെട്ടിക്കൊപ്പത്തെ പള്ളിയില് മീലാദിന് വേണ്ടിട്ട് നബിത്തങ്ങളെ മജ്ലിസ് 50 കിലോ അരി കൊടുത്തു, 50 കിലോ ഇറച്ചി. ശരി, ആചാറ് വിന്നു. ഇന്ന് നോക്ക്, ചെറിയ മക്കളുള്ള ചെറിയ മക്കളില്ലേ 41 വർഷം. അപ്പൊ നോക്ക്, നന്റെ എതിർന്ന് ചെറിയ മക്കൾ 10-15 വർഷമായിട്ടില്ലേ. നാണെത്ര തപ്പാക്കിയ, നാണെത്ര തപ്പാക്കിയ ആ കിടാവ് 15 വർഷമായിട്ട് തപ്പയാക്കിട്ടില്ലേ. ഇതാണ് മനുഷ്യ ഞങ്ങ ചിന്തിക്കേണ്ടത്. നന്റെ മേലുള്ള വയസ്സ് രാജാമാർ ചിന്തിച്ചിട്ട് ഒരു കൊതി. എന്തൊരു കൊതി? റബ്ബേ 60-70 വർഷം അയാൾ ജീവിച്ചിട്ട് നിസ്കരിച്ചിട്ട് ഹജ്ജ് ചെയ്തിട്ട് ഉംറ ചെയ്തിട്ട് യതീം മക്കളെ സഹായിച്ചിട്ട് പള്ളിക്ക് മദ്രസക്ക് സഹായം കൊടുത്തിട്ട് പാവപ്പെട്ട പെണ്ണുമക്കൾക്ക് അത്താണിയായിട്ട് തുണയായിട്ട് ശക്തിയായിട്ട് താങ്ങും തണലായിട്ട് നിന്നിട്ട് ഹാജാറോ. അങ്ങനത്തെ ഭാഗ്യമുണ്ടാ? ഇല്ലേ. നാളെ ചിന്തിക്കേണ്ട ചെറിയ മക്കളെ നോക്ക്. 40-45 വർഷമായ ഞങ്ങ എത്ര ദോഷം ചെയ്ത, നിസ്കാരമില്ല, ഖുർആനില്ല, ഓത്തില്ല, ദിക്റില്ല, തസ്ബീഹില്ല, ദാനങ്ങളില്ല, ധർമ്മങ്ങളില്ല, ഖൈറാത്തുകളില്ല. ആ കിടാവ് എത്ര നന്മയാണ് ചെയ്യുന്നുണ്ടോ അല്ലേ? ആ കിടാവ് എത്ര നന്മയാണ് ചെയ്യുക പടച്ചോൻ തൗഫീഖ് കൊടുക്കും. ഇതാണ് മനുഷ്യൻ, അതായിരിക്കണം മനുഷ്യൻ. ഇന്ന് വയസ്സവണ് ചിന്തിക്കണോ? ഏതായിട്ട് ഹജ്ജ് 3 ആക്കിര, ഉംറ 4 ആക്കിര, പാവപ്പെട്ട യതീമുടെ കിടാവ് 5 ലാഖ് കൊടുത്തിട്ട് മങ്ങിലാക്കി. നിങ്ങക്ക് മാത്രം വയസ്സായ നല്ല ബന്ധമാണ് ചിന്തിക്കേണ്ടത്. മക്കളെ നോക്കിയിട്ടായിട്ടിക്കറോ 60-70 വർഷമായ നാണ് ഇത്ര ദോഷം ചെയ്തിട്ടുണ്ടെങ്കിലോ ചെറിയ ഒരു കിടാവ് ഒരു ദോഷവും ചെയ്തിട്ടില്ല. അങ്ങനെ ബാലക്കാർ ചിന്തിക്കേണ്ടത് രാജാമാർ ഇത്ര വർഷം നിസ്കരിച്ചാറോ, ദീർഘായുസ് കൊടുക്കട്ടോ. അതേ സമയത്തിന് ഞാൻ അത്ര വർഷം ചെയ്ക്കുകയില്ല. നൂറുകണക്കിന് മീലാദിൽ കൂടുതൽ അല്ലാഹു തൗഫീഖ് തരട്ടോ. നാണ് വിഷയത്തിക്ക് വന്നുകൊണ്ടുള്ളേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ആ നബി തങ്ങളെ സ്നേഹിക്കുമ്പോ ഇടീ റായമേ പൽവിട്ടാറ് ചമഞ്ഞാറ് ഇടീ റായത്തിലെ വെളിച്ചമുണ്ടോ ആണ് എല്ലാ ഭാഗ ലൈറ്റിംഗ്. ബഹുമാനപ്പെട്ട ആമിന ഉമ്മ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ചിട്ടാകുമ്പോ
നക്ഷത്രങ്ങൾ അത്രമാത്രം അള്ളാഹു പ്രകാശം കൊടുക്കണേ. നബി തങ്ങളെ ബഹുമാനിച്ചിട്ട് നക്ഷത്രങ്ങൾ എല്ലാം കീഴിൽ എത്തും പോലെ ഭൂളും പോലെ നെൽത്ത് താണ്ടും പോലെ കണ്ടെത്താ എന്തൊരു ചൊന്ത് കണ്ണാടി കണ്ണാടി ചൊന്ത് തെല്ല് ടൊപ്പി ശരിയായിട്ടില്ല. ഇപ്പൊ നീ ശരിയാക്കി നാണിങ്ങനെ നോക്കുമ്പോ ചൊന്ത് മുണ്ടാസല കറക്റ്റ് ആയിട്ടുണ്ട്. നീ എവിടെ കണ്ണാടി നോക്കിട്ട് വെച്ച് വന്നു അതേ ചൊന്നുണ്ട്. കണ്ണാടി പോലെ മനുഷ്യൻ. അതേ സമയത്ത് ഞങ്ങൾ എല്ലാവരും കണ്ണാടി നോക്കിക്കൊണ്ടുള്ള കണ്ണാടി ചൊന്നുകൊണ്ടുണ്ട് നിന്റെ തലക്കെട്ടത്തിൽ തിരിഞ്ഞ് ശരിയാക്കി കീഴ് ചോറുണ്ട് അടിക്കാക്കിട ഒരാളെ ആരോട് അടിക്കാക്കിയോ? അയാൾ അടിക്കാക്കുമ്പോ അല്പ കയ്യിൽ മഷിയെല്ലാം ഉണ്ട്. അയാൾ ഇങ്ങനെ ആക്കുമ്പോ മുഖത്തിന് തെല്ലും മഷിയായി. അയാൾ വന്ന് കണ്ണാടി നോക്കണേ, ഇതേ കണ്ണാടി നാണ് നോക്കിയതേ. അപ്പൊ കണ്ണാടി ചൊല്ലു സുലൈമക്ക അടിക്കാക്കുമ്പോ കയ്യിൽ തെല്ലും മഷിയായിട്ട് അത് നിങ്ങൾ മുഖത്തിൽ തോത്തിടാറ് അതിനെ തെല്ല് കൽഗോറുണ്ട്. കണ്ണാടി ചൊല്ലേ സുലൈമാക്ക പോയിട്ട് തണ്ണിൽ കലങ്ങി മനുഷ്യ കണ്ണാടി പോലെ. ഓക്കെ ഞങ്ങളെ പള്ളിയുടെ ഉസ്താദ് ബുദ്ധിമുട്ടില്ലല്ലോ സാമ്പിൾ പള്ളിയുടെ ഉസ്താദ് വന്ന് ഒരു കമീസും ഇട്ട് വന്ന് ചോറുണ്ടിട്ട് പറയുമ്പോ ഒരു കിഷനോടെ ഒരത്തെല്ലാം കറിയായി. അപ്പൊ കണ്ണാടി നോക്കുമ്പോ ചൊല്ലു ഉസ്താദ് നിങ്ങൾ എവിടെ ഈ നമ്മളെ തിന്നോ? അപ്പൊ നിങ്ങളെ കമീസിൽ തെല്ല് കറിയായിട്ട് അയാൾ പിന്നത്തെ പരിപാടി പോകുമ്പോ കമീസ് മാറ്റിപ്പോയി നന്നാക്കി കണ്ണാടി നല്ല ഒരു കള്ള് കുടിച്ചിട്ടുള്ള അവിടെ മാർക്കറ്റിൽ പോന്നിട്ടുള്ള കള്ള് കുടിച്ചിട്ട് മണ്ണും അതും ഇതായിട്ട് അവനും പറഞ്ഞിട്ട് കണ്ണാടിയെ നോക്കണേ. അപ്പൊ കണ്ണാടി നീ കള്ള് കുടിച്ചിട്ട് കണ്ണാടി ചൊല്ലൂല്ലേ നിക്കനാണ് മുഖ കാക്കുക. അതായിരിക്കണം മനസ്സ്, അതായിരിക്കണം മനസ്സ്. മനുഷ്യയുടെ മനസ്സ് ഒരു കണ്ണാടി പോലെ നാണിങ്ങനെ നോക്കി പിന്നെ കണ്ണാടിയുടെ ആവശ്യമില്ലേ? നിങ്ങളെ താടിനോ ജണ്ട് ഇങ്ങനെ ഉണ്ടോ അതിനെ ശരിയാക്കോ, മീസ ജണ്ട് മേലെ പോയിട്ട് അതിനെ കട്ടാക്കോ. ഇതാണ് മനസ്സ്, അതായിരിക്കണം മനസ്സ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നു മനസ്സിൽ കാപ്പട്ടിയ വേണ്ട, മനസ്സിൽ ഫിത്ന വേണ്ട, മനസ്സിൽ ഫസാദ് വേണ്ട, ചതി വേണ്ട. ആറും കഷ്ടാവണോ ചൊല്ലേ ചതി മനസ്സിലുണ്ടാക്കണ്ട. ആരെ കണ്ടാലും പുഞ്ചിരിക്കിട ഒരു മനസ്സ് വേണോ? പുഞ്ചിരിക്കണോ? സ്വതക്കയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ചമ്മ കഷ്ടമുണ്ട് ഒഴിവാട്ടാക്കിടങ്ങക്ക് ലക്ഷക്കണക്കിന് സാലമുണ്ട് കടമുണ്ട് കഷ്ടിക്കുമ്പോ അത് കാണുമ്പോ അപ്പുറത്തെ മനുഷ്യർക്ക് കുസി. അതായിരിക്കണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്ദർശിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പണി വന്നു. മരിദൽ ഹബീബു ഫഉതുഹു ഫമരിൽതു മിൻ ഉദുരി അലൈഹി. അതേ ഫഅതൽ ഹബീബു യഊദുനി ഫബരിഅത് മിൻ നദരി ഇലൈഹി. നാണ് നബി തങ്ങളെ മുട്ട പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പണി വന്നു. പണി വന്ന് ചൊല്ല വിവരം നക്ക് കിട്ടുമ്പോ നക്കും പണി വന്നു. സുമാറായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ നന്റെ സന്ദർശിക്കുക വന്ന് ആര് ചൊല്ലോ? അബൂബക്കർ തങ്ങ ചൊല്ലോ നബി തങ്ങളെ പണി സുമാറായിട്ട് നന്റെ സന്ദർശിക്കുക വേണ്ടി നബി തങ്ങ പറയുമ്പോ പണലറുത്തു നാനിതാ നബി തങ്ങളെ മുട്ട നോക്കുമ്പോ നന്റെ പണിയും സുമാറായിട്ടോ. ഉമ്മടെ നോക്കുമ്പോ പണി വന്ന് അല്ലെങ്കിൽ ബാപ്പക്ക് ഒരു കീടാവുകെങ്കിൽ ബാപ്പയുടെ പണി നോക്കിയിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് പണി വന്ന ചരിത്രമുണ്ട്. നല്ല ചരിത്രത്തിൽ ഉണ്ടാ 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 എന്തേ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കില്ലേ?
സ്നേഹം അതാകണം. നിങ്ങളെ മനസ്സ് ബേജാറാമോ? നന്റെ മനസ്സും ബേജാറാവണോ? നിങ്ങൾ സന്തോഷിക്കുമ്പോ നാനും സന്തോഷിക്കണോ? അതാണ് മഹാത്മാക്കളോ അങ്ങ് മഹാന്മാരെ ചിന്തയും അങ്ങനെ ഓരോ ടൈപ്പും ഓരോ നിമിഷങ്ങളും അതുപോലെ നാണൊന്ന് ചൊല്ലേ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വാങ്ങായില്ലേ? 5 നേരം ബാങ്ക് പഠിപ്പാട്ടിയ സ്വഹാബി, അയാളെ പേരാണ് അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. ബാങ്ക് പഠിപ്പാട്ടിയ ആള്, അയാളെ പേര് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു മോന് അബ്ദുല്ലാഹ് പേര്. ബാങ്ക് പഠിപ്പാട്ടിയ ബഹുമാനപ്പെട്ടവർ ഒരു സംഭവം ചൊല്ലു. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ചൊല്ലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിತು റബീഉൽ അവ്വൽ 12 ജനിച്ച റബീഉൽ അവ്വൽ 12 നാ ചർച്ച കൊമ്പല്ല സൂചിപ്പിച്ചു. ജനിച്ചതും റബീഉൽ അവ്വൽ 12, മരിച്ചതും വഫാത്തായതും റബീഉൽ അവ്വൽ 12. അപ്പോൾ നിങ്ങൾ സന്തോഷിക്കണോ ദുഃഖിക്കണോ? സന്തോഷിക്കണോ? കാരണം എന്തേ? ദുഃഖാചരണ ചൊല്ലിട്ട് ഇസ്ലാമുൽ ഇല്ലേ? ഇല്ല. ദുഃഖിക്കണോ ചൊല്ലിട്ട് ഇസ്ലാമുൽ ഇല്ല. ഉണ്ടാ ബാപ്പ മരിച്ചിട്ട് നീ ദുഃഖിക്കണോ? ഇസ്ലാം ദുഃഖാചരണ ഇസ്ലാമുൽ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. ഇമാം തങ്ങൾ ഹാബിൽ ചൊല്ലു, അത് വേറെ വിഷയം. അപ്പുറത്ത് വെച്ച നമുക്ക് ഓർമ്മപ്പെടുത്തിയോ? അപ്പോ അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ പിന്നെ അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് തങ്ങൾ ചൊല്ലു, അല്ലാഹുമിനി നബി തങ്ങൾ മരിച്ച ഈ ദുനിയാവില് ഇന്നക്ക് കണ്ണുക കാഴ്ച വേണ്ട. ലാ അറാ ശൈഅൻ ബഅദ ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലാത്ത ഈ ദുനിയാവില് നക്കിനി ഒന്നും ഈ കണ്ണിൽ കാണണ്ട. ഹത്താ അൽഖാ ഹബീബി, നാണ് നബി തങ്ങളെ കാണ്ടൗത്തോല നന്റെ കണ്ണുക കാഴ്ച വേണ്ട. ഇതാണ് സ്വഹാബത്ത്. അതാകണം സ്വഹാബത്തിന്റെ ധൈര്യവും അങ്ങനെ സ്നേഹവും. അത്ര ഞങ്ങളെ കൊണ്ട് തീരില്ലെങ്കിൽ ഒരു ഷക്കിള് അതുപോലെ ആക്കണ്ടേ, അങ്ങനെയാകണം. അപ്പലല്ലേ സ്നേഹമുള്ളത്. ഇന്ന് നോക്കൂ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ അബ്ബാസുൽ മർസി വലിയ എപ്പോഴും സ്വലാത്ത് ചൊല്ലാളോ, നല്ല നബി തങ്ങളെ സ്നേഹിക്കറാണോ. അങ്ങനെ ഇക്കുമ്പോ ഒരു നാൾ കൂടെ ഉള്ള ആളുമാരട്ട് ബഹുമാനപ്പെട്ട അബ്ബാസുൽ മർസി തങ്ങളെ ചൊല്ലു. അല്ല നിങ്ങൾ ആരെങ്കിലും നബി തങ്ങളെ കണ്ടോ? അപ്പൊ കൂടെ ഉള്ളങ്ങ ചൊല്ലാറ് ഞങ്ങൾ കണ്ടിട്ടില്ല. അത് ശരി. നിങ്ങൾക്ക് കാണാണ്ട് ജീവിക്കുക എങ്ങനെ കണ്ടിട്ട് കൂടെ ഉള്ളങ്ങ കേട്ടാ. അപ്പൊ ബഹുമാനപ്പെട്ട അബ്ബാസുൽ മർസി തങ്ങൾ ഒരു പലക്ക നോക്കൊരു ചെല്ലത്, വല്ലാഹി ലവി ഹജബത് അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹലത്തുൻ ഫീ സാഅത്തിൻ മിൻ ലൈലിൻ ഔ നഹാർ. നന്റെ ഈ കണ്ണ് ഒരു സെക്കൻഡ് ഇത് കണ്ണ് ചുമ്മുടെങ്കിലും ഓപ്പൺ ആക്കിടെങ്കിലും ജാവും പോലും നന്റെ കണ്ണുകൾ നബി തങ്ങളെ കണ്ടില്ല എങ്കിൽ നാണ് മുഅ്മിനീങ്ങൾ പെട്ട ഞങ്ങളെ അവസ്ഥ എന്തായിട്ട് അബ്ബാസുൽ മർസി തങ്ങൾ ചൊല്ലിട്ട് ഒരു സെക്കൻഡ് നന്റെ കണ്ണിൽ നബി തങ്ങൾ ഇല്ലാണ്ടിന്നെങ്കിൽ നാണ് മുഅ്മിനീങ്ങളിൽ പെട്ട ആളായിട്ട് എണ്ണടേ ഇല്ല. അതാകണം സ്നേഹം. സുയ്യിത്ത് ഇമാം റളിയല്ലാഹു അൻഹു കേട്ടോ, ഒലിമ്പണൂത്തി പൂണൊന്നുലായിട്ട് ബഹുമാനപ്പെട്ടവർ ഒലിമ്പണൂത്തിൽ പൂണൊന്നിൽ വഫാത്തായ സുയ്യിത്ത് ഇമാം തങ്ങള് 70 വട്ടായിട്ട് നബി തങ്ങളെ നേരക്ക് നാവ് കണ്ടല്ല നേരക്ക് കാണണ്ട. നാണു മുസ്താമാർ കാണുമ്പോ ഇമാമിങ്ങൾ അങ്ങനെ നാണും നിങ്ങളെ കാണും പോലെ നബി തങ്ങളെ 70 വട്ട കണ്ടാണ്. ഈ സുയ്യിത്ത് ഇമാം റളിയല്ലാഹു അൻഹു 70 വട്ട കണ്ടെങ്കിലും അതേ സമയത്ത് കിനാവ് എത്ര സമയം ഉണ്ടാവും?
ആ ഏകദേശം 1400 വർഷമായോ ബഹുമാനപ്പെട്ടവരെ മരിച്ചിട്ട് ഈശ്വര ഒലിപ്പുണത്തി പൂണെന്നറായിട്ട് ബഹുമാനപ്പെട്ടവരെ വഫാത്ത്. അതല്ലേ മാലിക് ഇമാം റളിയല്ലാഹു കേട്ടോ. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഞങ്ങളെ മദ്ഹബിന്റെ ഒരു നേതാവായിട്ട് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു 40 വർഷമായിട്ട് മദീനത്തെ മുദർരിസ് 40 വർഷം മദീനത്തിൽ നടക്കുമ്പോ ചെരുപ്പിട്ട് നടന്നിട്ടില്ല. ഞങ്ങൾ ഇപ്പൊ ഹജ്ജിക്ക് ഉംറക്ക് പോയി എന്തൊരു ഡിഫറെന്റ് ഉള്ള ഞങ്ങളുടെ അവസ്ഥ. ആരും കട്ടോണ്ട് പോവാറുണ്ട്. 1.5 lakh രൂപ ചെലവാക്കിട്ട് ഉംറത്ത് പോകണ്ട 45 രൂപയുടെ ചെരുപ്പ് പോക്കറ്റിലിട്ടു. എന്നിട്ട് നബി തങ്ങളുടെ റൗള ശരീഫിടെ മുട്ട പോയിട്ട് ഒരു ദുആ എന്നിട്ട് മദീനത്തെ മുദർരിസായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഇമാമു ദാരിൽ ഹിജ്റ ചൊല്ലുന്ന പേരുള്ള വലിയ ഒരാളാ. 40 വർഷവും നബി തങ്ങളെ കിനാവ് കണ്ടിട്ട് ഒരു നാളല്ല 40 വർഷം ജാവുനാണ് കിടക്കുമ്പോ ഒരു നാളും നബി തങ്ങളെ കാണാണ്ട് നാണ് തെച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട സയ്യിദുൽ ബഖരി തങ്ങളെ ഈ ആനത്തിൽ ചൊല്ലു. 40 വർഷം മദീനത്തെ മുദർരിസായിട്ടുള്ളേ മാലിക് ഇബ്നു അനസ് ചൊല്ലുന്ന മാലിക് ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു 40 വർഷവും കിനാവുൽ കണ്ട നബി തങ്ങളായിട്ട് മദീനത്തെ മുദർരിസ് 40 വർഷം മദീനത്തെ പരിസരത്തിൽ നടക്കുമ്പോ ചെറുപ്പിട്ടിട്ടില്ലേ. അതാണ് അല്ലേ ഞങ്ങളെ എങ്ങനെ ഇപ്പോ സാധാരണ ഇപ്പോ എന്താ ട്രെൻഡ് പോണ്ട കാബത്ത് ഫസ്റ്റ് കാബത്ത് കണ്ടെങ്കിൽ അല്ലാഹു അക്ബർ ചൊല്ലു. ഉംറക്ക് പോയങ്ങ കയ്യത്തോർ ഹജ്ജിക്ക് പോയങ്ങ കയ്യത്തോർ അല്ലാഹു കബൂല ഉംറ പോയങ്ങ അല്ലാഹു കബൂല. സാധുക്കളായ നമുക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് എല്ലാവർക്കും ഈ മജ്ലിസിനെ കാരണമായിട്ട് പണ്ട് റബീഉൽ അവ്വൽ മുന്നോളൂ നല്ല ഇഖ്ലാസോട് കൂടി ആമിയാക്കോ. പണ്ട് റബീഉൽ അവ്വൽ മുന്നോളൂ മദീനയും മക്കയും കാണാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉംറക്ക് പോയാ കഅബ കണ്ടെങ്കിൽ ഫസ്റ്റ് എന്താക്കണം വയസ്സന്മാരെല്ലാം ഞങ്ങൾ ആക്കട പോവാ ഇങ്ങനെ അല്ലാഹു അക്ബർ ഞങ്ങളെ ബാലക്കാരൻ സെൽഫി ആണ് മദീനത്തെ കാബത്ത് ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു സ്റ്റോറി 1.5 lakh ഇത്ര കഷ്ടപ്പെട്ടു പോണ്ടോ ഇവിടെ പോകുമ്പോ മജ്ലിസ് കൈകൊട്ടി പുറത്തപ്പെട്ടു റബ്ബ ഞാൻ കാബത്തുക്ക് പോണ്ടേ മദീനത്തുക്ക് പോണ്ടേ നല്ലത് വിഷയം. അവിടെ പോയിട്ട് ഒരു സ്വലാത്തും ഇല്ല ദുഃഖവും ഇല്ല ബേജാറും ഇല്ല ദുആയും ഇല്ല നല്ല ദോഷം പൊറുക്കു ചൊന്നിട്ടും ഇല്ല ഒന്നും ഇല്ല ഞാനിതാ പച്ച കുപ്പത്തെ എതിർലുള്ള എവിടെ കപ്പാ നല്ല എപ്പളപ്പോ നല്ലവിടോ മദീന കൊണ്ടുണ്ടാ നിങ്ങക്ക് പച്ചക്കുപ്പയുടെ തായ്വരത്തില് പോയിട്ട് എത്ര ഇമാമികൾ പുൽപുട്ടാറ് എത്ര ഞങ്ങളെ പോലോത്ത പാവപ്പെട്ട മുഅ്മിനീങ്ങൾ മദീനത്തെ മുന്നില് പോയിട്ട് ഇഖ്ലാസോട് കൂടി പുൽപുട്ടങ്ങ എത്ര ആളുള്ളാറ്. പരിശുദ്ധ ഖുർആൻ ചൊല്ലില്ലേ വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. പച്ചയായിട്ട് ഖുർആൻ ചൊല്ലോ ശക്തികൊപ്പ ചൊല്ല റായത്തിലുള്ള മുഅ്മിനീങ്ങള് ലോകത്തെ മുസ്ലിമീങ്ങള് അത് വേണോരുടെ മുസ്ലിമീങ്ങളടക്കം ദുനിയാവിലുള്ള സർവ്വ മുഅ്മിനീങ്ങള് ആരെങ്കിലും നിങ്ങൾ അല്പം തെറ്റ് ചെയ്താൽ വലിയ ദോഷങ്ങൾ ചെയ്താൽ ദീനത്തുക പോരോ ആ മദീനയുടെ കീഴിൽ റൗള ശരീഫിന്റെ അരികിൽ വെച്ചിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലറൂ തൗബ ചൊല്ലറൂ. അല്ലാഹു ആ തൗബ സ്വീകരിക്കടാ. അതിന് നബി തങ്ങളെ ശഫാഅത്തുണ്ട്, നബി തങ്ങളായിട്ടുള്ള തവസ്സുലുണ്ട്, നബി തങ്ങളെ ദുആ സ്വീകരിക്കടാ. ദോഷം തീർക്കുക മദീനത്തിൽ അല്ലേ ആ നബി തങ്ങളെ കാണുമ്പോൾ ദോഷം തീർന്നില്ലെങ്കിൽ പിന്നെ ദുനിയാവിൽ പിന്നെ ഒരു സ്വർഗ്ഗമില്ല. ദുനിയാവിൽ ഒരേ ഒരു സ്വർഗ്ഗമുള്ളൂ ബൈന ഖബരി വ മിൻബരി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പോയിട്ട്
അതാണ് സ്വർഗത്തെ ജാഗ. ഇത് നിന്റെ സ്വർഗത്തെ ജാഗ എന്നിട്ട് മദീനത്തിൽ നബി തങ്ങളെ അളത്താക്കി വെച്ചിട്ട് ഗുർത്താക്കി വെച്ചിട്ട് ആ സ്വർഗത്തിൽ ദുനിയാവിൽ നിങ്ങൾ തെച്ചില്ലെങ്കിൽ പിന്നെ ആഖിറത്തിൽ എപ്പോ പോയിട്ട് എത്രോ. അതുകൊണ്ട് മദീനത്ത് പോയാൽ മാറട്ട് ചൊന്നോണ്ടുള്ളേ ഇത്രയും വിഷയത്തിൽ ജാഗ്രതരാകറോ. ഉംറത്തുക്ക് പോറോ, നബി തങ്ങളെ മുട്ട പോറോ. ഖുർആൻ കൽപ്പിച്ചതല്ലേ വലൗ അന്നഹും ഇന്നലമോ. ദോഷികളായ മനുഷ്യർ തെറ്റ് ചെയ്താൽ അതേ ജാവുക നബിയെ തങ്ങളെ മുട്ടന ഭണ്ഡാറ് മദീനത്തുക ഭണ്ഡാറ് അങ്ങനെ വന്നാൽ ഖൈറ മൻ തുബിനത് ബിൽ ഖായിഅമോ ഫതോബ മിൻ തീബിന്നൽ ഖാഉ വല്ലകമോ നഫ്സിൽ ഫിദാഉ ലിഖബ്രിൻ അംത സാകിനു ഫീഹിൽ അഫാഫു വഫീൽ ജൂദു വൽ കറമു. മദീനത്തെ റൗള ശരീഫിന്റെ മുട്ട ദോഷം ചെയ്ത ഒരു അറാബിയായ മനുഷ്യന് വന്നു നബി തങ്ങളെ ചാരത്തുല തെച്ചിട്ട് ചൊന്തു നബിയേ. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ഒരു ആയത്തായിട്ട് മനുഷ്യർ തെറ്റ് ചെയ്താൽ ദോഷം ചെയ്താൽ മദീനത്തിൽ വരണോ, മദീനത്തിൽ വന്നിട്ട് അല്ലാഹുവിന്റെ മാപ്പ് കേൾക്കണോ. അങ്ങനെ മാപ്പ് കേട്ടാൽ അസ്തഗ്ഫറ ലഹുർ റസൂൽ നബിയായ മുഹമ്മദ് നബിയെ നിങ്ങള് പാവപ്പെട്ട ജനങ്ങളെ ബന്ധങ്ങ നിങ്ങയും മാപ്പ് കൊടുക്കണോ നബിയേ. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ചൊന്നിട്ടോ അറാബിയായ മനുഷ്യന് പണ്ട് നബി തങ്ങളെ മുന്നിൽ ഇങ്ങനെ താന്ന് കേട് ദുആ ചെയ്യുമ്പോ അവിടെ ഉത്തുബി ചൊല്ല ഒരാളുണ്ട്. അയാൾ ഇങ്ങനെ നോക്കിടോ, എന്തേ ഈ മനുഷ്യൻ വന്ന് പാടേ എന്തായിട്ട് ചെല്ലേ ചൊന്നിട്ട് നോക്കിയോണ്ടിക്കുമ്പോ അറാബിയായ മനുഷ്യരുടെ ഈ രൂപങ്ങളെ കാണുമ്പോ ഈ പന്ന ഉത്തുബിയില്ലേ അയാൾ അല്പം ഉറങ്ങിപ്പോയിത്തു. അറാബിയായ മനുഷ്യൻ ദോഷം ചെയ്തതാണ്, ദോഷം പുറത്ത് കിട്ടണോ, ദോഷം പുറത്ത് കിട്ടു നബി തങ്ങളെ റൗള ശരീഫിന്റെ മുട്ട വന്ന് ദ്വാരക്കോണോ ചെന്നിട്ട് ഖുർആൻ പഠിപ്പാട്ടി. അതുകൊണ്ട് നാട് വന്ന നബിയെ തങ്ങളുടെ റൗള ശരീഫിന്റെ മുട്ട നക്ക് പുറത്ത് കിട്ടണോ, ദോഷങ്ങളൊക്കെ പുറത്ത് കിട്ടണം. ശരി ശരി ശരി. ഈ കണ്ട ഉത്തുബി എന്താക്കിത്തു ഉറങ്ങുമ്പോ എന്തിനായിട്ട് ഈ വന്ന മനുഷ്യനിൽ അയാളെ മുട്ട നിങ്ങ പോണോ, അയാളെ സർവ്വ ദോഷങ്ങളെയും അല്ലാഹു പുറത്തു കൊടുത്തു. ആര് ചൊല്ലിയത്? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവുൽ കൂടി ഉത്തുബിയെ കാട്ടി കൊടുത്തു. ഉത്തുബി പോയിട്ട് അറാബിയുടെ മുട്ട ചന്ത് ഇന്നല്ലാഹ ഖദ് ഗഫറ ലക പടച്ച റബ്ബ് നിങ്ങൾക്ക് മാപ്പ് തന്നറ ഉത്തുബി, പടച്ച റബ്ബ് നിങ്ങൾക്ക് പുറത്തു തന്നറ ഉത്തുബി. അതല്ല മദീന, അതാണ് മദീന, അതാണ് മദീന. ആ മദീനത്തുക്ക് പോയിട്ട് ദോഷങ്ങളൊന്നും പുറത്ത് കിട്ടാൻ വേണ്ടി അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞങ്ങളെ ഈ മജ്ലിസ് നബി തങ്ങളെ കണ്ട് മദീനത്തിൽ ഇപ്പോ ഉള്ളെങ്കിലും നബി തങ്ങളെ കണ്ട് ഡിസ്പ്ലേ ഇടില്ലേ, അത് ചിലപ്പോ ഓഫീസിലായിട്ടിക്കോ എന്തെങ്കിലും നാണൊരു പലക ചൊല്ലന്റെ മുഅ്മിനീങ്ങള് ഞങ്ങളെ ഊടരെ സിസിയിലെ ഒരു കണക്ടർ മദീനത്തെ റൗള ശരീഫിലെ നബി തങ്ങളെ കണ്ടോണ്ടുണ്ടോ. ഹയാത്തി ഖൈറുൽ ലക്കും. ഞാൻ 63 വർഷം ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ ഈ 63 വർഷത്തെ ജീവിതവും നിങ്ങൾക്ക് ഖൈറാണ്. 63 വർഷം കഴിഞ്ഞിട്ട് മദീനയിൽ നാണ് മരിച്ചു കിടന്നിട്ടുള്ള. ആ മരിച്ചു കിടന്നതും നിങ്ങൾക്ക് ഖൈറാണ്. കുടിച്ച ചായയില്ലേ, ജ്യൂസില്ലേ, പാലയില്ലേ, പപ്പങ്കായില്ലേ, തേനയില്ലേ, ചായയില്ലേ, അതേ ഇതുപോലത്തെ സാമാനുകളില്ലേ, ഇതെല്ലാം കണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് ഷെട്ടികൊപ്പത്തിലാക്കിയ ഈ ഓരോ മിൻചെറുകളും മദീനത്തിൽ നബി തങ്ങൾ കണ്ട് ആ നബി തങ്ങൾ സന്തോഷിച്ചോണ്ടുണ്ടു. നന്റെ മീലാദുര പേരില് ലോകത്തെ മുഅ്മിനീ
മുഅ്മിനീങ്ങൾ സന്തോഷിക്കുമ്പോ ചെട്ടികൊപ്പത്തിലും മുഅ്മിനീങ്ങൾ സന്തോഷിച്ചോണ്ടുള്ളാറ് അങ്ങനെ ബിസിനസ്സിന് ഒരു തുക പള്ളിക്ക് വേണ്ടി ചെലവാക്കിയോണ്ടുള്ളാറ് മനുഷ്യൻ ചെയ്ത എല്ലാ അമലുകളും മദീനത്തിൽ നബി തങ്ങൾ കണ്ടോണ്ടുണ്ടോ. പിന്നൊരു കണ്ണുണ്ട് മരിച്ചു പോയ നിന്റെ പാപ്പ, മരിച്ചു പോയ നിങ്ങളെ കുടുംബങ്ങളോ, മരിച്ചു പോയ നിങ്ങളെ ഭാര്യ, മരിച്ചു പോയ നിങ്ങളെ മക്കളോ, മരിച്ചു പോയ നിങ്ങളെ സന്താനങ്ങളോ അങ്ങയും കബറിൽ കണ്ടോണ്ടുള്ളാറ്. അങ്ങളും കണ്ടോണ്ടുള്ള മരിച്ചങ്ങയും കണ്ടോണ്ടുള്ളാറ്. അതുകൊണ്ടായിട്ട് ജീവിക്കുമ്പോ നന്മകൾ ചെയ്യണോ ഉമ്മമാര്. നിങ്ങളെ ഭർത്താക്കന്മാർ മരിച്ചിട്ടുണ്ടെങ്കിൽ പള്ളി പരിസരത്തിൽ നിങ്ങളെ അങ്ങ് കണ്ടോണ്ടുള്ളാറ്. നിങ്ങളെ മക്ക മരിച്ചിട്ടുണ്ടെങ്കിൽ ഖബർസ്ഥാനിൽ ഏത് ഖബർസ്ഥാനി ആണെങ്കിലോ അങ്ങ് കണ്ടോണ്ടുള്ളാറ്. ഇബ്നു കസീർ ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ്. ഇബ്നു തൈമിയ ജൊന്നെങ്കിൽ ഈ ഭാഗത്തിൽ നൂതനവാദികളെ വന്നിട്ടില്ലല്ലേ. അല്ലാഹു കാക്കട്ടെ. നൂതനവാദം കൊണ്ടുവന്ന ആളായിട്ട് 728 അയാളെ പീസ് ഔട്ട് മരിച്ചു. ഇബ്നു തൈമിയ അയാളെ ശിഷ്യനായിട്ട് അയാളോട്ട് പഠിച്ച് പ്രധാനപ്പെട്ട ഒരാളായിട്ട് ഇബ്നു കസീർ. ആ ഇബ്നു കസീർ അയാൾ 774 മരിച്ചു. അയാളെ കിതാബായിട്ട് തഫ്സീറുൽ ഖുർആൻ. ആ ഖുർആനിൽ മരിച്ചു പോയ ബാപ്പ കണ്ടോണ്ടുണ്ടോ ചർച്ചയില്ല, അല്ലെങ്കിലും ചർച്ചയില്ല. അങ്ങനെ സമ്മതിച്ചെങ്കിൽ പിന്നെ ചർച്ചമേ ഇല്ല. ഡബൽ മാർ അല്ലേ. അപ്പൊ മരിച്ചു പോയ സന്താനങ്ങൾ കണ്ടോണ്ടുള്ളാറ്. വമമാതി ഖൈറുൽ ലക്കും തുറദു അലയ്യ അഅമാലുകും ഫഇൻ വജദതു ഖൈറാ. നബി തങ്ങളെ ചൊല്ലോ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ സിസി ഇങ്ങനെ ഓപ്പൺ ഉണ്ട്. ഡിസ്പ്ലേ ചെയ്യുമ്പോ ആരെങ്കിലും ഒരാള് ഹൈറാക്കിയെങ്കിൽ, ആരെങ്കിലും ഒരാള് നല്ലത് ചെയ്തെങ്കിൽ, ആരെങ്കിലും ഒരാള് നന്മ ചെയ്തെങ്കിൽ അല്ലാഹുവിന് വേണ്ടി നാണ് സ്തുതിക്കടേ. അൽഹംദുലില്ലാഹ്. മദീനത്തിൽ നബി തങ്ങൾ മജ്ലിസുകാരൻ അല്ലാഹു ആ റൂപത്തിൽ നബി തങ്ങൾ സന്തോഷിക്കട്ടെ. മദീനത്തെ നബി തങ്ങൾ അൽഹംദുലില്ലാഹ് ആയിട്ട്ലേ നബി തങ്ങൾ നിരന്തരം പിന്നെയും അപ്പുറത്തെ സ്റ്റോപ്പ് കൊണ്ടോ ഞാനിങ്ങനെ നോക്കുമ്പോ ഏതെങ്കിലും എന്റെ ഉമ്മത്തീങ്ങളിൽ ഒരാള് ഞാൻ ഇഷ്ടപ്പെടാത്തതാ, ഇസ്ലാമിൽ ഇഷ്ടപ്പെടാത്തത് ഏതെങ്കിലും ശർറായ കാര്യം ചെയ്തെങ്കിൽ ഇസ്തിഗ്ഫാറു ലക്കും നാനും തൗബ ചൊല്ലേൻ. അൻക്ക് വേണ്ടിട്ട് നാണ് ഇസ്തിഗ്ഫാർ ചൊല്ലേൻ. മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹമാണ്. ആ സ്നേഹമായിട്ട് സൗബാൻ റളിയല്ലാഹു അൻഹു ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ തങ്ങളെ സ്നേഹിക്കുന്ന സൗബാൻ റളിയല്ലാഹു അൻഹു. സൗബാൻ സ്വഹാബിയാണ്. സൗബാൻ തങ്ങളൊക്കെ വരുമ്പോ ഭയങ്കര മുഖത്തെ കളറല്ല ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ നബി തങ്ങളെ കേട്ടിട്ട് എന്തേ ഒരു ക്ഷീണിച്ച മാതിരിയുണ്ട്, കണ്ണെല്ലാം ചോപ്പുണ്ടോ, മുഖെല്ലാം കറുകറുത്തിട്ടുണ്ടോ, എന്തേ നബി തങ്ങളെ കേക്കട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പളാ മോനെ പോറു മദീനത്ത് എത്തറോ സൗബാൻ തങ്ങളെ ചൊല്ലു അതേ യാ റസൂലല്ലാഹ് മാ ബി ളുറു വലാ വജ്ഉൻ. നക്ക് രോഗമില്ല, നക്ക് ഒരു രോഗവുമില്ല, എന്റെ ശരീരത്തിൽ ഒരു നൊമ്പലവുമില്ല. ഇന്നമാ ഗൈറ അന്നി ഇദാ ലം അറാക. ഓ നബിയേ നക്കൊരു സങ്കടമുണ്ടോ, നക്കൊരു ബേജാറുണ്ടോ എന്നേ നാനെങ്കാലും നബിയെ തങ്ങളെ കാണാണ്ടാമ്പോ, നക്ക് തങ്ങളെ ഒന്ന് കാണാണ്ടാമ്പോ ഇഷ്ടക്കൊത്തോ ഇല്ലേക്കാ നബിയെ തങ്ങളെ
തങ്ങളെ നാണ് കാണണോ, തങ്ങളെ നക്ക് നോക്കണോ, തങ്ങളെ നാണ് കൂടണോ, തങ്ങളെ കൂടെ നക്ക് സഞ്ചരിക്കണോ, ഈ സ്വഭാവ നക്കുണ്ടോ. അതേ സമയത്തിലോ ഉണ്ടാട് ദയിക്കുമ്പോ നിമിത്തങ്ങൾ ഇല്ലാണ്ടായിത്താ, നിമിത്തങ്ങളെ ദൂരെ പോയിത്താ, നിമിത്തങ്ങളെ കണ്ണട അപ്പുറ പോയിത്താ. ഈ ചൊല്ലെ ചിന്ത നക്ക് പണ്ടു ബേജാറിനാണ് വന്നത് നബിയേ. അതേ സമയത്തിലോ ചൊല്ലേ ഈ ദുനിയാവിൽ നിമിത്തങ്ങളെ നക്ക് കാണാണ്ടായെങ്കില് വലിയ ബേജാറുണ്ട്, വലിയ ദുഃഖയുണ്ട്. അതേ സമയത്ത് ദുനിയാവ് പോട്ട് നബിയേ, ദുനിയാവ് പോട്ട് ആഖിറത്തെ ഓർമ്മയാക്കിയ നബിയേ. ആഖിറത്തെ ഓർമ്മയാക്കുമ്പോ നബിയേ ആഖിറത്തില് ആ നബി തങ്ങളാവിടെ നിങ്ങളെ കണ്ടില്ലെങ്കിലോ പേടി. എന്തിനാ പേടി? ഒരു 2 നാൾ നക്ക് പറഞ്ഞു കായില്ല, ഓക്കെ, അല്ലെങ്കിൽ ഒരു വാരം പറഞ്ഞു കായില്ല, ഓക്കെ, യാക്കെ ചൊല്ലുന്ന ചോദ്യമില്ല, എല്ലാം ഓക്കെ. അതേ സമയത്തിലോ ആഖിറത്തുക നാണ് പോകുമ്പോ അവിടെങ്കാലും നബിയേ തങ്ങളെ കുറിച്ചിട്ട് നാണ് ഓർമ്മാക്കിക്കൊണ്ടുള്ള എന്റെ കാരണം കൊണ്ടുള്ള അന്നീ അറഫ്തു അന്നക തുർഫഉ മഅൻ നബിയ്യീൻ. നാണ് 4 ആഖിറത്തില് നബിമാരെ കൂടെ ആയിട്ട് ആരെ കുറിച്ചിട്ടുണ്ടോ? നിങ്ങളാണെങ്കിൽ നബിമാരെ കൂടെ 4 ആഖിറത്തിലുള്ളാറ്. അതേ സമയത്തിൽ നാണ് സൗബാൻ ചൊല്ലെ ഈ പാവപ്പെട്ട നാണ് ഒരു വേള സ്വർഗത്തിൽ കടന്നാൽ കുന്തു ഫീ മൻസിലത്തിൻ ഹിയ അദ്നാ മിൻ മൻസിലതിക നബിയേ. ആണെങ്കിലോ സ്വർഗത്തിലെ വലിയ നബിമാരെ കൂടെ സ്ഥാനത്തിൽ നിങ്ങയിക്കുമ്പോ നാണ് ഒരു വേള സ്വർഗത്തിൽ വന്നെങ്കിലും തങ്ങളെ സ്ഥാനത്തിലില്ലല്ലേ. അതേ സമയത്തിലോ സൗബാൻ തങ്ങളെ ചൊല്ലോ നാണ് ഒരു വേള സ്വർഗത്തിಗೆ കടന്നില്ലെങ്കിൽ നബിയെ നരകാചുള്ള ഒരവസ്ഥയില് നണ്ടപ്പെടുത്തിയാലോ പിന്നെ നന്റെ ലൈഫല്ല, ഏതൊരു വിഷയല്ല, മഹ്ശറല്ല, ഒന്നുമല്ല നബിയെ തങ്ങളെ പിന്നെ നക്ക് കാണുകോ സാധ്യയില്ലല്ലേ. നബിമാരെ കൂടെ 4 ആഖിറത്തിലിക്കുവാറ്. സഹാബിയായ സൗബാൻ ചൊല്ലുന്നു സുബ്ഹാനല്ലാഹ്. അതേ സമയത്തിൽ നാണ് ഒരു വേള സ്വർഗ്ഗത്തിക്ക് വന്നെങ്കിലും നിങ്ങളെ ആസ്ഥാനത്തിൽ കാണിക്കില്ലേ, ഉറപ്പല്ലേ? നബിയല്ലേ, റസൂലല്ലേ, ഓക്കേ. ഇനി ഒരു വേള സ്വർഗ്ഗമേ നക്കില്ലെങ്കിൽ നന്റെ ഖലാസ് ചർച്ചമേ. സൗബാൻ റളിയല്ലാഹു അൻഹു ചൊല്ലുമ്പോ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൊല്ലു. അതേ വമയ്യുതില്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു സൗബാനെ പേടിക്കണ്ട, പേടിക്കണ്ട, ഒരു പേടിയും എന്തേ അല്ലാഹ്ക്ക് ഭയപ്പെടണോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയപ്പെടണോ. അങ്ങനെ ഭയപ്പെട്ടാൽ ഈ നബിമാരെ കൂടെ, ശുഹദാക്കളെ കൂടെ, ഔലിയാക്കളെ കൂടെ, സാലിഹീങ്ങളെ കൂടെ അല്ലാഹു നിന്റെ ഒരുമിച്ച് കൂട്ടറാ. വഹസുന ഉലൈക റഫീഖ. അല്ലാഹ് നിപ്പാട്ടില്ലേ പടച്ചവന്റെ ഖുർആന്റെ സ്റ്റൈലേ അങ്ങനെ. വഹസുന ഉലൈക റഫീഖ. ഈ നബിമാർ, സാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ അങ്ങളെ കൂടെയാണ് സമ്പർക്കം. അതാണ് നിന്റെ ചങ്ങായിമാർ, അങ്ങളാണ് നിന്റെ ഫ്രണ്ട്ഷിപ്പ്, അതായിരിക്കണം നിന്റെ ഫ്രണ്ട്. സുബ്ഹാനല്ലാഹ്. ഖുർആൻ എത്ര പച്ചയായിട്ട്
അതാകണം സൗബാണ് തങ്ങളെ പോലത്തെ സ്നേഹം. ആ സ്നേഹത്തിന് വില ഉള്ളോ? പരിശുദ്ധ ഖുർആൻ പഠിപ്പാട്ടിയതല്ലേ? അതുകൊണ്ട് അല്ലാഹ്ക്ക് ഭയപ്പെടുക, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭയപ്പെടുക. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് രൂപത്തിലാണോ പഠിപ്പാട്ടിയത്, ആ പഠിപ്പാട്ടിയത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പള്ളിയിലെ ബാങ്ക് അല്ലേ, ഇഖാമത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇഖാമത്ത് അല്ലേ, ഒരു കിടാവിടെ പെത്തെങ്കിലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാങ്ക് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ബാങ്ക്. നബി തങ്ങളെ പേരില്ലാത്ത ഒരു ബലിയും അല്ലാഹുവിന്റെ മുട്ടയില്ല. നബി തങ്ങളെ കൂടെ ഉണ്ട്, നബി തങ്ങളില്ലാത്ത ഒരു വിഷയവും അല്ലാഹുവിന്റെ മുട്ടയില്ല. അതല്ലേ അർശിന്റെ മേലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വർഗ്ഗത്തിൽ അർശിന്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്. ഇബ്നു കസീർ എഴുതുന്ന ചൊല്ലുന്നു, ഞങ്ങൾ വീണ്ടും സംശയിക്കൊണ്ടില്ല. അർശിന്റെ മേലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഉണ്ട്. അതല്ലേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗ്ഗത്തിൽ ഒരു പല തിണ്ടിട്ട് ചെന്നാർ. നിങ്ങൾ കേട്ടാ? അത് തിണ്ടിട്ടാകുമ്പോ ആ തിണ്ടെതിരെ കാരണമായിട്ടായിട്ട് പടച്ചോണു ഈ ദുനിയാവുമ്പോ ഞങ്ങളെ പടച്ചോണ്ട് ഒരു കാരണമേ ഉള്ളൂ. പിന്നെ ദുനിയാവ് പഠിച്ചില്ല. അപ്പൊ അള്ളാന്റെ തീരുമാനം ഒന്നുമില്ലേ ഉണ്ട്. അപ്പൊ അതൊക്കെ ഹിക്മത്ത് അങ്ങനെ ഇട്ടിട്ട് പടച്ചോണ് ചൊന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ചെയ്ത ഈ ചെറിയ ഈ പല തിണ്ടേണ്ട് മാത്രമേ ഉള്ളൂ. അതൊക്കെ എന്താക്കണോ? പൊറുക്കളുടെ കേൾക്കണോ, ഇസ്തിഗ്ഫാറിന്റെ വിഷയമാക്കണോ. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തൊരു ചൊല്ല എന്തൊരു ലാ ഇലാഹ ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നാമത്തെ നബി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാസ്റ്റ് നബി. അജഗജാന്തര വ്യത്യാസം ഇല്ലെങ്കിലും ആദം നബി ചൊല്ലോ അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബിയുടെ കാരണമായിട്ട് നാണത്തിന്റെ സ്വർഗ്ഗത്തെ ഫലത്തെ നക്ക് നീ മാപ്പ് തന്നോ. അപ്പൊ അല്ല കേക്കട്ടെ, നീ എങ്ങനെ മുഹമ്മദ് നബിയുടെ നണ്ടെ കുറിച്ചിട്ട് മനസ്സിലാക്കിയ. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലു, നീ നന്റെ സ്വർഗത്തിൽ പടച്ചിട്ടാകുമ്പോ നാനിങ്ങനെ അർശിയുടെ മേൽ നോക്കിയ, അർശിയുടെ മേലേക്ക് നോക്കുമ്പോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ എഴുതി വെക്കുമ്പോ നാണ് മനസ്സിലാക്കിയ നിന്റെ കൂടെ ഒരു പേര് ചേർത്തി വെക്കണമെങ്കിൽ നീ ഇഷ്ടപ്പെട്ട ആള് മാത്രമേ ഉള്ളൂ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇമാം സുയൂത്തി തങ്ങൾ അവരുടെ കിതാബ് ദുർറുൽ മൻസൂറിൽ ഇത് കൊണ്ടുവന്നു. നബി തങ്ങളല്ലേ പ്രേമം, അതല്ലേ പ്രേമം. ഇമാം ബുസൂരി തങ്ങൾ ബുസൂരി ഇമാം തങ്ങൾ ചെന്ന് പാടി 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 ചെന്ന് അന്റെ കാല് നബി തങ്ങളെ കാല് നീറായി നിസ്കരിച്ചിട്ട് കാലുള്ള തണ്ണി വന്ന് കേട്ടാറ് തണ്ണി പണ്ട് എന്താ നീര് പണ്ട് കാലുള്ള സാധാരണ ഉമ്മമാരുള്ള അങ്ങനെ നിസ്കരിച്ചിട്ട് നബി തങ്ങൾക്ക് കാലുള്ള തോറയിത്ത്. അപ്പൊ ബൂസൂരി ഇമാം തങ്ങൾ ചൊല്ലേ നക്കൊരു കാരണത്തില് അങ്ങനെ കാലില് നീര് വന്നിരെങ്കില് ആ ഒരു സുന്നത്തും നക്ക് കിട്ടത്തു. അല്ലെ ചെറുപ്പിട ചെറുപ്പൂറെ ചെറുപ്പിട്ടോണ്ടുള്ള അല്ലെ എല്ലാരെ കാലിലും ചെറുപ്പുണ്ടല്ലേ, എല്ലാരെ കാലിലും ചെറുപ്പ്. നിങ്ങൾ ഒന്നും ഓർമ്മ ആ ചെറുപ്പിട്ട് വലത്തെ കാലിലെ ഇടത്തെ കാലിൽ ആർക്ക് ചൊല്ലുക സാധ്യമുണ്ടെന്നാണ് വലത്തെ കാലം ഇട്ട്. അപ്പൊ ഇന്ന് മുതൽക്ക് ഈ മജ്ലിസ് ഒരു കാരണമാക്കിയിട്ട് ഏറ്റെടുത്ത് ചൊല്ലറു ഇന്ന് നാണു ചെറുപ്പിട്ട് വലത്തെ കാലില്. ഓക്കേ അല്ലേ? ഈ ചെറുപ്പ് ഇടത്തെ കാലില് നബി തങ്ങളുടെ സുന്നത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്. കയ്യില് മോന്തര വെച്ചിടാറാ ആരെ കയ്യിലങ്ങ് 2-3 ഉണ്ടാ ഉലിയൊക്കെ പറയാറായിട്ടില്ലല്ലേ? സൂപ്പി കാപ്പി എന്തില്ലല്ലോ ഇവിടെ. ഒന്ന് സുന്നത്ത് ഒന്നേ ഉള്ളൂ. ഒരു മോന്തര സുന്നത്ത് ബേജാറായിത്ത ഇല്ലല്ലേ? ഇല്ല മോശമില്ല. ആശയ ചൊല്ലിട്ട് അങ്ങനെ അതൊന്നും ബേജാറെന്തില്ല. ഇസ്ലാമിന്റെ നിയമം ഒരു മോന്തര വെക്കണം. ആണിങ്ങൾ അത് ബംഗാറത് വെക്കുക, വെള്ളിയെടുത്ത് വെക്കണം. ഓക്കെ 15 വർഷത്തോളം ആണുമക്കൾക്ക് വേണമെങ്കിൽ ബംഗാറിടാം. 15 വർഷത്തിൽ പിന്നെ ആണുമക്കൾക്ക് ബംഗാറിടുക പച്ച ഹറാം. ഓക്കെ അത് ഇസ്ലാമിന്റെ നിയമം. അത് ഒരാളെ ബേജാറ് നോക്കിയിട്ട് ചൊല്ലുന്നത് എന്തല്ലല്ലോ ഇസ്ലാം. കയ്യിൽ ഈ ബെർല് കയറ്റിക്കിട്ട് മോന്തര വെക്കണം. ഓക്കെ അല്ലേ? വലത്തെ കൈയുടെ ചെറിയ ബെർ അല്ലെങ്കിൽ ഇടത്തെ കൈയുടെ ചെറിയ ബെർ, ഈ
ജണ്ട് മോന്തര ബൈക്കേണ്ടത് ഇങ്ങനെ ഉൽഗത്തിൽ ഫസ്റ്റ് ഉണ്ട് ചൊല്ല അറബി ഇത് ഇങ്ങനെ ബൈക്ക് ഇത് സുന്നത്താണ് ഓക്കേ ഇനി ഒരാൾക്ക് മോന്തര ബൈക്കോകു ഈ കൈ കായില്ലെങ്കിൽ രണ്ടാമത്തെ ബെർല് കൈട്ടിട്ട് ബൈക്കിട് അപ്പൊ മോന്തര ബൈക്കോക ആണിങ്ങൾ ഈ രണ്ട് ബെർലുക മാത്രം ഇതല്ലാത്ത ഏതൊരു മനുഷ്യനെ കൗലിയ തന്നര് കോച്ച തന്നര് നക്കി കോയ തന്നര് ആ കോയ കായ രണ്ട് ബെർലില് മാത്രമേ സുന്നത്തുള്ളൂ ഒരു മോന്തര മാത്രമേ സുന്നത്തുള്ളൂ ഇനി നോക്ക് പൊളിഞ്ഞ പെണ്ണില് ദാരിദ്ര്യം പെണ്ണിലെ അത് പൊളിഞ്ഞതിൽ ദാരിദ്ര്യം പൊളിഞ്ഞ പ്ലേറ്റ് ഉണ്ടാവത്തുള്ളൂ പൊളിഞ്ഞ പ്ലേറ്റ് ഉണ്ട് അതിന് ചോറുണ്ടണ്ട ദാരിദ്ര്യം നന്റെ പലക്കൊന്നും ഞാൻ യൂസ് ആക്കില്ല എല്ലാ കിതാബിയായ ചർച്ച ചീപ്പ് തലപാറ പൊളിഞ്ഞ ചീപ്പ് തലപാറ ദാരിദ്ര്യം ഒരു ചെറുപ്പിട്ട് ടൊങ്കയിട്ട് നടക്കുക ദാരിദ്ര്യം കറുത്ത ചെറുപ്പ് ചമ്മ യൂസ് ആക്കുക ഓർമ്മ ശക്തി കുറയും പിന്നെന്താ എന്ത് അപ്പോ കറുത്ത ചെറുപ്പിട്ടെങ്കിൽ ഓർമ്മ ശക്തി കുറയൂ പിന്നെ ഞാൻ പന്തര മറന്ന കോലി മറന്ന ചെന്നിട്ട് കാര്യമില്ല കറുത്തിട്ടത് ഒഴിവാക്ക് ഓർമ്മ ചന്തമുണ്ട് കേട്ടാ ഇനി നോക്കൂ ഔത്തുള്ള ഞങ്ങളെ പെണ്ണിങ്ങ ചന്തമായിട്ട് നാടുകളെ ശ്രദ്ധിച്ചോണ്ടുള്ള ഒരേ ഒരു ബലയില്ലേ ചില ഔക്കെങ്കിലും ഭയങ്കര കെതരാട്ടി ദാരിദ്ര്യം കൂടു ഇനി ഞങ്ങളെ ഉമ്മമാരുണ്ട് പാവ ജാവല്ല ചോറുണ്ട് എടുത്ത പോയിട്ട് ബേജിന് എല്ലാം ഇട്ടാറ് സുബൈക്ക് എണിച്ചിട്ട് കൽക്കാറില്ല ഔത്തുള്ള പറക്കത്തില്ല ദാരിദ്ര്യം കുടിത്ത് ഔട്ടുൾ കാട്ടെല്ലാം അടിച്ചിട്ട് മൂല കിട്ടിട്ട് വയ്ക്കേ ദാരിദ്ര്യം കുടിത്ത് ചർച്ചയില്ല മാമതങ്ങൾ ചെണ്ട് ഷർവാണി ചെണ്ട് പഠിക്കുമ്പോ പണ്ട് ചെറിയ നീരിലെ തോലില്ല നീരിലുള്ള കട്ടാക്കട അതിന്റെ തോളിന്റെ കത്തോട്ട ദാരിദ്ര്യം പണ്ട് അല്ലെ പെണ്ണുങ്ങളെ തലയുടെ മുടി അത് പൂത്തോണു സുന്നത്തായിട്ട് ഈ പെണ്ണിങ്ങ തലവാറിനെ JCB ബുക്കാക്കട്ടെ അങ്ങനെ ചെറിയൊരു കോലെടുക്കട്ടെ അതിനെ പൂത്തിട്ട് വിടുറോ എത്ര കാര്യങ്ങളുണ്ട് മക്കളെ പഠിക്കൂ പാന്റ് ഇടുമ്പോ പാന്റ് ഇടണോ സുന്നത്തായിട്ട് പെണ്ണിങ്ങ നൈറ്റ് ഇടാറ് ചൂടിദാർ ഇടാറ് വലത്തെ കൈ ഫസ്റ്റ് ഇടണോ സുന്നത്തായിട്ട് പെണ്ണിങ്ങ പാന്റ് ഇടുമ്പോ ചൂടിദാറിന്റെ പാന്റ് തെച്ചിട്ടിടണോ സുന്നത്തായിട്ട് ഉസ്താദന്മാർ തലകെട്ട് കെട്ടുമ്പോ നിണ്ടിട്ട് കെട്ടണോ സുന്നത്തായിട്ട് നമുക്കുണ്ട് നിയമം നിങ്ങൾക്ക് മാത്രം നിയമം എല്ലാവരും നിയമം അപ്പൊ ചെന്നോ ഏതൊരു വിഷയത്തിൽ ഇസ്ലാമിൽ ഫുൾ കൾച്ചറൽ സൂപ്പർ അല്ലേ എത്ര സംഭവം കൊണ്ട് നമുക്ക് അല്ലെ ഒരു സംഘ ആൾക്കാർ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോ ഒരു ഒർത്ത മാത്രം നടന്നിട്ട് പണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും ഈ 10 ആൾ ചൊല്ലല്ല ഒർത്ത 10 ആൾക്ക് ചൊല്ലണോ അങ്ങനെ ഈ 10 ആൾ ഒർത്തക്ക് ചൊല്ലല്ല മനസ്സിലായില്ലേ വിഷയം അങ്ങനെ ആയിട്ടുണ്ട് ആലിമീങ്ങളെ കാണുമ്പോ എഞ്ചി നിൽക്കുക സുന്നത്തോ തങ്ങന്മാരെ കാണുമ്പോ ആലിമീങ്ങളെ കയ്യും തലയടക്കം മുത്തകു സുന്നത്തോ അദബുൽ മുഫ്രദിൽ ഇമാം ബുഖാരി തങ്ങളെ ബാപ്പടെ കാണുമ്പോ മക്കളെ എഞ്ചി നിൽക്കുക സുന്നത്ത് ഉമ്മടെ കാണുമ്പോ മക്കളെ എഞ്ചി നിൽക്കുക സുന്നത്ത് അപ്പൊ ഈ മക്കളെ ഈ ബാപ്പ മുന്നോട്ട് പോണ്ടേ പണ്ട് ഞങ്ങൾ എഞ്ചിട്ട് നിൽക്കണേ മാറ്റ അങ്ങനല്ല ഒരു ഗൗരവ പോലെ ഞങ്ങളെ ഉമ്മമാർ കഷ്ടമുണ്ടാകും ഒരു സുബൈക്ക് എണിച്ചെങ്കിലും മോന്തി തോളാൻ റെസ്റ്റ് ഉണ്ടാ ഒരു റെസ്റ്റും അങ്കില്ല എന്താ കാരണം മാപ്പിളക്ക് ചായ ആവണോ നാഷ്ട ആവണോ അതുപോലെ മക്കളെ സ്കൂള് കടത്തണോ ടിഫിനി ആവണോ മദ്രസ കടത്തണോ കുളിപ്പാട്ടണോ നിസ്കരിപ്പാട്ടണോ ശുദ്ധിയാക്കണോ ഡ്രസ് കൊടുക്കണോ എല്ലാ ഉമ്മമാർ നിസ്കരിച്ചിട്ട് അല്ലേ പെണ്ണുങ്ങളെ അപ്പൊ നാണ് കേൾക്കുന്നത് ഞങ്ങളാട്ടി പേക സ്വർഗത്ത് പോട്ടെ ഞങ്ങളെ ഉമ്മമാരെല്ലാം കീഴുണ്ടല്ലേ എത്ര ആണുങ്ങളാട്ടി മുന്നോട്ട് പെണ്ണുങ്ങളെ സ്വർഗത്ത് പോണ്ട് കറക്റ്റ് അല്ല ഞങ്ങളാട്ടി ഒരു ഹജ്ജ് മുന്നോട്ട് സ്വർഗത്ത് പോണ്ടാറ് നാണ് മങ്ങിലായിട്ട് 20 വർഷം ഒരു നാലെങ്കിലും ചായ കണ്ണാക്കിട്ട് നാ കൊടുത്തിട്ട് ഞങ്ങ തെച്ച ചായ റെഡി ബർട്ട് ചോറൈത്ത ബർട്ട് നാഷ്ടൈത്ത ബർട്ട് അങ്ങ പാവ നടുവില്ല കയ്യില്ല സുസ്തായിട്ട് കയ്യെല്ലാം തോൽ പോയിട്ട് തുണി എട കൽക്കിട്ട് നിങ്ങ പോകുമ്പോ ഒരു ഗ്ലാസ് ചായ
പുഞ്ചിരിലുണ്ട് ഞങ്ങളുടെ കുറച്ച് ചായ ചൊന്നെങ്കിലും എന്ത് നോട്ടയിക്കത്ത് ഞങ്ങളെ വീറപ്പ ചത്ത അവരുടെ അപ്പുറത്ത് നോട്ടം ഞങ്ങൾ അല്ലേ അപ്പൊ നാളെ ചെന്നു ഉമ്മമാര് സുബൈയടിച്ചിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിക്കറ് ഓരോ വിഷയത്തിലും നീയത്ത് വയ്ക്കുറുന്നുണ്ട് ഉമ്മ നന്റെ കിടാവുകുന്നാണ് ചായ കൊടുത്തത് അല്ലാഹുടെ മുട്ട കൂലി കിട്ടുകോ നന്റെ മാപ്പിളകുന്നാണ് നഷ്ട കൊടുക്കുന്നത് അത് നന്റെ റബ്ബുടെ മുട്ട കൂലി കിട്ടുകോ നന്റെ ഭർത്താവുടെ ഡ്രസ്സാണ് കൽകി കൊടുക്കുന്നത് അത് പടച്ചവന്റെ മുട്ട കൂലി കിട്ടുകോ നന്റെ മക്കകുന്നാണ് മുലപ്പാല് കൊടുക്കുന്നത് അത് നക്ക് നാല് ആഖിറത്തിൽ കൂലി കിട്ടുകോ നിസ്കാരങ്ങൾ ഉമ്മ കൊണ്ട് അതേ എല്ലാ സമയം നിസ്കാര തിങ്കൾ 7 നാള് നിസ്കാര ഇല്ലെങ്കിലോ 7 നാളത്തെ നിസ്കാരം മടക്കി നിസ്കരിക്കുകയില്ലേ നിസ്കരിക്കുകയില്ല ഉമ്മക്ക് ഉമ്മ ശബ്ദം കറക്റ്റ് കേൾക്കുന്നുണ്ടത് ഈ ഹൈല് മെൻസസുള്ള സമയത്ത് ഖുർആൻ ഓതുകില്ല പിടിക്കുകയില്ല ശരിയല്ലേ ഇനി ഖുർആൻ നിങ്ങൾ ഓതുരെങ്കിൽ ഒരു ബാപ്പ മറിച്ച ബാപ്പക്ക് എപ്പം ഒരു ഖുർആൻ ഓതുന്ന ഒരു പെണ്ണ് ആ പെണ്ണിങ്ങ മാപ്പിള മറിച്ചെങ്കിൽ നിങ്ങൾ ഖുർആൻ ഓതുമ്പോ മെൻസസ് ഉള്ള സമയത്തിൽ നിങ്ങൾ കരുത്തിങ്കല്ലേ ഇതാണ് ഇപ്പൊ ചൊല്ലത് ദിക്ർ ഈ ദിക്ർ പോലെ കരുതിട്ട് ഖുർആൻ ഓതാ കയ്യിൽ പിടിക്കണ്ട ഖുർആൻ ഓതുക വേണ്ടി ഉളുവെടുക്കണ്ട പച്ചാറ ഖുർആൻ ഓതുക ഖുർആനക്ക് വേണ്ടിട്ട് നിസ്കരിക്കുകയില്ല നിസ്കരിക്കുന്ന നീയത്തിൽ ഉളുവെടുക്കുക മാറാം അല്ലേ അതേ സമയത്തിൽ ഉറങ്ങുമ്പോ ഉമ്മമാർ കിടക്കുക വേണ്ടിട്ട് നാണ് ഉളുവെടുക്കണ ചൊന്നെങ്കിൽ അതിനെ സുന്നത്ത് കിട്ടും ഇത് ഉമ്മമാരെ അവസ്ഥ ഈ മെൻസസിന്റെ സമയത്തില് ചുരുങ്ങിയത് 24 ഗണ്ട അത് പുട്ടെങ്കിൽ 6-7 നാള് 7 നാളത്തെ നിസ്കാരം അടക്കി നിസ്കരിക്കുന്നുണ്ടാ ഫ്രീഡം എന്റെ കാരണം അത് നിരന്തരം തിങ്ങൾക്ക് മടക്കി ബണ്ടതായിട്ട് അതങ്ങനെ മടക്കി നിസ്കരിക്കണോ എന്നും കഷ്ടമല്ലേ അപ്പൊ പെണ്ണിങ്ങൾക്ക് ഒരു പടച്ചവണ്ട് ഇനി ഒരു പെണ്ണ് ഒരു കിടാവുക്ക് ജന്മം നൽകിത്തോ ആ ജന്മം നൽകുമ്പോ പെണ്ണിന് നിഫാസ് ഉണ്ട് ഈ നിഫാസ് 40 ഒരു സെക്കൻഡ് ഇപ്പത്തെ പെണ്ണുങ്ങൾ അധികം ഇല്ല നിയമം അല്ലെങ്കിൽ 40 നാൾ ഈ 40 നാളത്തെ നിസ്കാരം തിരിച്ചു നിസ്കരിക്കുണ്ടാ ഇല്ല 40 കഴിഞ്ഞെങ്കിൽ 64 തോല നിഫാസിനെ ചോര ഈ 64 തോല നിഫാസിനെ ചോര ഉണ്ടായെങ്കിൽ 64 നിസ്കരിക്കുക മടക്കി നിസ്കരിക്കുകയില്ല പെണ്ണുങ്ങൾക്ക് അല്ലാഹു ചെയ്ത കരുണയല്ല നിസ്കരിക്കുന്നോണ്ട് ചെന്നില്ലെങ്കിൽ ഒരു പെണ്ണും പിന്നെ പേരല്ല ഇതെന്ത് വിഷയം എനിക്ക് പെത്തിട്ടുണ്ടായിരുന്നു നിന്നെ നിസ്കാരം തൽക്കാലം ഇപ്പൊ മക്കമ്മേ വേണ്ട അല്ലേ അപ്പൊ ഞാൻ ചെന്നോ ഞങ്ങളെ ഉമ്മമാര് ചെയ്ത കർമ്മങ്ങള് അതൊക്കെ കൂലിയുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിയായി സ്നേഹിക്കുന്ന ആളാവണു ഞങ്ങ അല്ലാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ നബി തങ്ങള് മക്കത്ത് ജനിച്ചിട്ടോ മദീനത്തിൽ വഫാത്തായിട്ട് ചെന്നിട്ടോ ചെറിയ മക്കൾക്ക് പഠിപ്പാട്ടി കൊടുക്കുക ഉജൂബായിട്ട് നബി തങ്ങളെ മക്കത്ത് ജനിച്ചിട്ട് മദീനത്തിൽ വഫാത്തായിട്ട് പഠിപ്പാട്ടി കൊടുക്കുക നിർബന്ധമാണ് ഞങ്ങളെ മക്കളുടെ കേൾക്കുള്ള 2 വർഷത്തെ മക്ക ഇഷ്ട നോക്കടല്ലാണ്ട് നബി തങ്ങാറ് കെട്ടെങ്കിൽ അതെന്ത് കേൾക്കുവാ പാട്ടില്ലേ പ്രസംഗമില്ലേ വായിത്തില്ലേ ഖുർആനില്ല പണ്ട് ഞങ്ങളെ ഉമ്മ പാടി റബ്ബി ജല്ലല്ലാഹു ഫീ ഖൽബി ഗൈറുല്ലാഹ് മുരി മുഹമ്മദ് സ്വല്ലല്ലാഹു ലാ ഇലാഹ പണ്ടത്തെ ഉമ്മമാരെ പാട്ട് ഇന്നത്തെ പെണ്ണിങ്ങളെ പാട്ട് എന്തിനെ കൊണ്ടുണ്ടാ ചെറിയ മക്കക്കൊരു മൊബൈല് കൊടുത്താറ് ഇപ്പത്തെ ഉമ്മയും ഒരു ചാട്ട് തുടങ്ങിയാറ് ನಾನು കേക്കട ഉമ്മ മക്കളെ ഭവിഷ്യം എങ്ങനെ നല്ലാവോ മക്ക എങ്ങനെ സ്വഭാവത്താറ് നല്ലാവൂടോ മക്ക എങ്ങനെ ഈ ഉമ്മ ബാപ്പടെ കണ്ടിട്ടല്ലേ മക്കളെ സ്വഭാവം ഉള്ളത് ഞാനൊരു സംഭവം ചൊല്ല് നബി തങ്ങളെ സ്നേഹിക്കണോ ചെറിയ മക്കൾക്ക് നബി തങ്ങളെ സ്വലാത്ത് ചൊല്ലുക പഠിപ്പാട്ടണോ നബി തങ്ങളെ മേൽ അതിയായ സ്വലാത്ത് ചൊല്ലണോ നബി തങ്ങളെ മേൽ സ്വലാത്ത് ചൊന്നെങ്കിലോ
ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു യൂസുഫുൻ നബ്ഹാനി റളിയല്ലാഹു അൻഹു ഔഡ്ര സഅദ ചൊല്ല ഈ കിതാബായിട്ട് ബഹുമാനപ്പെട്ടവർ ഈ കിതാബുടെ 138ാമത്തെ പേജിൽ ചൊല്ലു വിഷയത്തുക പറൂ ചരിത്രല്ലേ നിങ്ങൾക്ക് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്ത് സ്വലാത്ത് ചൊന്നോണ്ടിക്കുമ്പോ ഒരു പാവപ്പെട്ട വയസ്സായ ഒരു ഉമ്മ പണ്ട് വന്നിട്ട് ചൊല്ലു യാ ശൈഖു തൂഫിയത് ലീ ബിന്യതുൻ വഉരീദു അൻ അറാഹാ ഫിൽ മനാം നന്റെ മോളു മരിച്ചിറാള് ഉമ്മാമ വന്ന് ചൊല്ലോ നന്റെ മോളു മരിച്ചിറാള് ആ മരിച്ച മോളെ നക്ക് കിനാവ് കാണണോ മരിച്ച മോളെ കിനാവ് കാണണോ ചൊല്ലുമ്പോ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു അയാൾക്ക് കുറെ ആ ഉമ്മട്ടുക വിഷയങ്ങൾ പഠിപ്പാട്ടി കൊടുക്കണോ നീ 2 റക്അത്ത് നിസ്കരിക്കണോ വുളു എടുത്ത് വന്നിട്ട് നിസ്കരിച്ചിട്ടോ നീ ഇന്നിങ്ങനെ സൂറത്ത് ഓതണോ എന്നിട്ട് ചൊല്ലു സുമ്മൽ തജീഇ ഈ നിസ്കാര കഴിഞ്ഞിട്ടോ നിന്റെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞിട്ട് നീ ഒന്ന് ചരിഞ്ഞിട്ട് കിടക്കണോ അങ്ങനെ കിടന്നിട്ടോ വസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ സലാത്ത് ചൊല്ലണോ ആ സലാത്ത് ചൊന്നിട്ടേ നീ ഉറങ്ങണോ കബറിലെ മോള് എന്താക്കിയോണ്ടല്ലേ ഈ ഉമ്മക്ക് ഇപ്പൊ അറിയണോ ശരിക്കും മനസ്സിലാക്കണോ കബറിലെ നന്റെ മോള് എന്താക്കിയോണ്ടുള്ളോ ഈ സംഭവം നന്റെ ഈ ഉമ്മക്ക് അറിയണോ ഹസനുൽ ബസരി തങ്ങൾക്ക് ചൊല്ലുമ്പോ ഹസനുൽ ബസരി തങ്ങൾ ചെന്ന് ഒന്നു എടുത്തിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരി അത് കഴിഞ്ഞിട്ട് നീ സ്വലാത്ത് ചൊല്ലൂ നീ ചരിഞ്ഞിട്ടൊന്ന് കിടക്കൂ നീ ഒന്ന് സ്വലാത്ത് ചൊല്ലൂ അങ്ങനെ നോക്കുമ്പോ ഫഅലത്ത് ദലിക ആ ഉമ്മ അതുപോലെ ആക്കിത്ത് ഫറാത്ഹാ ഫിന്നൗമി ഫറാത്ഹാ ഫിന്നൗമി ഫിൽഖുബ അങ്ങനെ നോക്കുമ്പോ ഉറങ്ങിത്തോ ആ ഉറക്കണ് തന്റെ മോലെ കണ്ടു കാണുമ്പോ വലിയ ശിക്ഷയിലുണ്ട് മോള് വലിയ ശിക്ഷയിലിരിക്കുമ്പോ വഅലൈഹാ ലിബാസുൽ ഖതിറാൻ വയദാഹാ മഗ്ലൂലതാൻ വരിജ്ലാഹാ മുസൽസിലതാൻ 2 കൈ കെട്ടിട്ടുണ്ട് 2 കാല് സങ്കലമിട്ട് കെട്ടിട്ടുണ്ട് അതേ സമയത്തില് അയാളെ മേൽ തീയാലുള്ള നരകത്തെ വസ്ത്രങ്ങളെ കൊണ്ട് ഈ പൊരിയാൽ കത്തിയോണ്ടുണ്ടോ ഉമ്മ നോക്കൂടോ വലിയ അത്ഭുതല്ലേ പോലെ ശിക്ഷ കബറിൽ കാണുമ്പോ ഉമ്മക്ക് സഹിക്കു സാധ്യയില്ല ഫലം അങ്ങനെയുള്ള കിനാവ് കഴിഞ്ഞിട്ടോ ഉറക്കിൽ നിന്ന് എണിച്ചിട്ടോ നേരെ ഹസനുൽ ബസരി തങ്ങളെ മുട്ട വന്നിട്ട് ചൊല്ലു സംഭവം ചൊല്ലു ഹസനുൽ ബസരി തങ്ങള് നിങ്ങൾ ചെന്നതുപോലെ നാണാക്കിയേ നാണ് നിസ്കരിച്ച സ്വലാത്ത് ചൊന്ന് സ്വലാത്തിൽ നാണ് ഉറങ്ങിട്ട് പോകുമ്പോ നന്റെ മോലെ നാണ് കിനാവ് കണ്ട് ആ കിനാവ് കാണുമ്പോ 2 കൈ കെട്ടിട്ടുണ്ട് 2 കാല് സങ്കല്ല് കെട്ടിട്ടുണ്ട് വസ്ത്രമാണെങ്കിൽ തീയിലുള്ള വസ്ത്രം നന്റെ മോല് ധരിച്ചിട്ടുണ്ട് ഹസനുൽ ബസരി തങ്ങൾക്ക് ഭയങ്കര ബേജാറ് ബഹുമാനപ്പെട്ടവർക്ക് ബേജാറായി എന്താക്കട്ടെ ഹസനുൽ ബസരി തങ്ങൾ ചൊല്ലു തസദ്ദഖീ ബിസദഖത്തിൻ ലഅല്ലല്ലാഹ യഅഫു അൻഹാ മരിച്ച മയ്യത്തിനെ പേരിൽ നിങ്ങൾ സ്വതക്ക കൊടുക്കൂ അതല്ല നവാദിറില് ഇമാം കല്ലിയൂബി തങ്ങൾ ചൊല്ലുന്നു ബച്ചങ്കായുടെ തോലു ബാലയുടെ തോലു ഇതിനുള്ള എരിയണ്ട എന്താക്കൊരു പ്രാണിങ്ങ കൊടുക്കറു ആടുക പയ്യക്ക് പോത്തുകുല കൊടുക്കറു അങ്ങ് തിണ്ടെങ്കിലും അതിന് കൂലി മരിച്ച മയ്യത്ത് കിട്ടുമോ നവാദിറിൽ ഇമാം കല്ലിയൂബി തങ്ങൾ കൊണ്ടുവന്ന അവൻ ആ ചൊന്ന മരിച്ച മയ്യത്തിന് സ്വതക്ക കൊടുക്കണോ ഹസനുൽ ബസരി തങ്ങൾ ചൊന്തു ആ ചൊന്നല് പിന്നെ ഹസനുൽ ബസരി തങ്ങൾ ഉറങ്ങി
ഉറങ്ങിത്തു. അങ്ങനെ വനാമൽ ഹസനു തിൽകൽ ലൈലത അണ്ട് ജാവോ മുങ്ങൾ തണ്ടു ഉമ്മ കണ്ട കിനാവോ പിത്യാണ്ട് ഹസനുൽ ബസരി തങ്ങളൊന്നു ഉറങ്ങിട്. ഹസനുൽ ബസരി തങ്ങൾക്കൊരു കിനാവ് കാണ്ട് കഅന്നഹു ഫീ റൗദത്തിൻ മിൻ റിയാദിൽ ജന്ന. ഈ ചൊല്ലുടെ ഉമ്മടെ മോളില് സ്വർഗത്തിലുണ്ടോ ഓടി നടന്നോണ്ടുണ്ടോ പാരി പരന്നോണ്ടുണ്ടോ കളിച്ചോണ്ടുണ്ടോ. ചരിത്ര സിംപിളി ആയിട്ടാണ് വിഷയത്തുക പണ്ട്. അങ്ങനെ അവസാനമായിട്ട് ഹസനുൽ ബസരി തങ്ങളെ മുട്ട ഈ പെണ്ണ് കേക്കിട നണ്ടനിക്ക് പരിചയമുണ്ടാ നണ്ടനിക്ക് പരിചയമുണ്ടാ തൈരിഫുളി നണ്ടനിക്ക് ഗൊന്തുണ്ടാ. അപ്പോഴാണ് ഹസനുൽ ബസരി തങ്ങ ചൊല്ലോ നക്ക് ഗൊന്തില്ല. പാവു പെണ്ണ് ചൊല്ലോ അനൈബുനത്തോൻ തിൽകൽ മർഅ അല്ലതി അമർതഹാ ബിസ്സലാത്തി അലാ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണോ സ്വലാത്ത് ചൊന്നു കിടക്കണോ. ഇതൊരു വ്യത്യാസം ഉമ്മ ചൊന്നതുപോലെ നീണില്ല. അപ്പോഴാണ് ഈ പെണ്ണ് ചൊല്ലേ ശരി ശരി ആണ് ഇന്നലെ നോക്കുമ്പോ അങ്ങനെ മേയുന്നോ ഇണ്ട് നിങ്ങൾക്കൊരു അത്ഭുത കൊണ്ടുണ്ടോ ഇണ്ട് നാണൊരു അത്ഭുതം കണ്ട്. ഞങ്ങളെ ഈ ഖബറുസ്ഥാനില് ഒരു നല്ല ഒരു യുവാവ് 100 കണക്കിന് സ്വലാത്ത് ചൊന്നു മരിച്ച ഖബറാലിക്ക് ഹദിയാക്കിത്തു. ആ ഹദിയയുടെ കാരണത്തിൽ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഞങ്ങൾക്ക് മാപ്പ് തന്ന ഞങ്ങൾക്ക് സ്വർഗ തന്ന. ആ പെണ്ണ് ചൊല്ലു ആയിട്ടില്ലേ ഞങ്ങൾ കബറിൽ എപ്പോഴാളിന്നെ കൊണ്ടുണ്ടോ ഞങ്ങൾ കബറിൽ 70,000 ആളിന്ന 70,000 ആളും ശിക്ഷയിലിന്നോ. ഈ ശിക്ഷയിൽ മുക്തി കിട്ടിയത് ഖബറുസ്ഥാനിൽ നടക്കുമ്പോ ഒരു സ്വലാത്തിന്റെ ഫലമാ. നബി തങ്ങളെ മേലെ സ്വലാത്ത് ചൊല്ലുമ്പോ ആയിരക്കണക്കിന് ആളുമാർക്ക് അല്ലാഹു സ്വർഗം കൊടുത്താ. നബി തങ്ങളെ സ്വലാത്തല്ലേ അബ്ബാസുൽ മർസി തങ്ങള് ചെയ്തത്. 70,000 സ്വലാത്ത് അബ്ബാസുൽ മർസി തങ്ങൾ ചൊന്നോണ്ടിരുന്നു. നബി തങ്ങളെ യഥാർത്ഥ സ്നേഹിക്കുന്ന ആളാവണോ. ആ സ്നേഹം വെച്ചെങ്കില് പിന്നെ ഞങ്ങൾക്ക് ദുനിയാവുടെ ഒരു ഐശ്വര്യവും ഐശ്വര്യാവില്ല. ഞങ്ങൾക്ക് ദുനിയാവുല് പൂതിയില്ല. ഞങ്ങൾക്ക് ദുനിയാവുല് ആഗ്രഹം ഇല്ല. പിന്നെ മെരിക്കണോ ചൊല്ലുടെ ഒരേ ഒരു ആഗ്രഹമുള്ളൂ. ബിലാൽ തങ്ങളെ നിങ്ങൾ കേട്ടില്ലേ മദീനത്തിൽ ബാങ്ക് കൊടുക്കുന്ന ആളല്ലേ ബിലാൽ തങ്ങളോ. ബിലാൽ തങ്ങളെ ബാങ്ക് കേൾക്കുമ്പോ മദീനത്തിൽ ഇരുത്തജ്ജൽ മദീന മദീനത്തിൽ 1000 ആളുകാർ ബിലാൽ തങ്ങളെ ബാങ്കിടെ കാത്തോണ്ടിന്നാറ്. ശബ്ദവുള്ള ബിലാൽ തങ്ങള് നബി തങ്ങളെ മുക്രിക്കയാണ്. തങ്ങളെ മുക്രിക്കയായ ബിലാൽ തങ്ങളെ ബാങ്ക് ഒരു നാള് ബാങ്ക് കൊടുക്കുമ്പോ ബിലാൽ തങ്ങൾക്ക് തീരില്ല. ബാങ്ക് കൊടുക്കുമ്പോ ബിലാൽ തങ്ങ എതിർ പണ്ടില്ലേ മദീനത്തെ ബാങ്ക് ഇപ്പം കാത് കൊടുക്കില്ലേ എന്തേ ആ ബാങ്ക് ഒരു ശൈലി. ആ ഇപ്പൊ ഒരു ബാങ്ക് കൊടുത്താറ് മാഷാ അല്ലാഹ് ഇശായുടെ ബാങ്ക് ശരിക്കും നിങ്ങൾ ഗൾഫ് ഓർമ്മ അതുപോലത്തെ ഒരു ബാങ്ക്. ആ ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോ ഞങ്ങളെ മനസ്സിന് എന്തൊരു സന്തോഷ. ബിലാൽ തങ്ങള് മദീനത്തെ പള്ളിക്ക് ബാങ്ക് കൊടുക്കുക പറയുമ്പോ ബിലാൽ തങ്ങൾക്ക് നാക്ക് മറിയില്ലേ. എന്റെ നാക്ക് മറിയാത്തോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് ചൊന്നല് പിന്നെ ചൊല്ലണോ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അതല്ലേ ബാങ്ക്. പക്ഷേ നബി തങ്ങൾ വഫാത്തായാൽ പിന്നെ നാണി എങ്ങനെ ബാങ്ക് കൊടുക്കണോ. ബിലാൽ തങ്ങൾ റായമേ വിട്ടുപോയിത്തു മദീനത്തിൽ ഇല്ല ഷാമുക്ക് പോയിത്തു. അങ്ങനെ കുറെ വർഷക്കാലം ഷാമുകൾ വെച്ചിട്ട് കാരണം മദീന നോക്കുകയാവില്ലേ. മദീനത്തിൽ കൂടെ ഇന്ന് നബി തങ്ങൾ കൂടെ ഇല്ല വഫാത്തായിട്ടുണ്ട്. ആ വഫാത്തായ നബി തങ്ങളെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ചൊന്നിട്ട് ബാങ്ക് കൊടുക്കുക നമുക്ക് തിരില്ല. ആയപ്പെട്ടു ഷാമുക്ക് പോയിത്തു. കുറേ നാള് കഴിഞ്ഞിട്ട് പിന്നെ ബിലാൽ തങ്ങൾ ഒരു കിനാവ് കണ്ട്
ആരെ കിനാവ് വന്നുണ്ട മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവ് നബി തങ്ങ കേക്കട് എന്തേ മദീനത്തുക്ക് പണ്ടില്ലേ ബിലാലേ മദീനത്തുക്ക് പണ്ടില്ലേ മദീന വേണ്ടേ നന്റെ മറന്നേമാ നന്റെ ഓർമ്മയില്ലേ ഇത് കേൾക്കുമ്പോ ബിലാൽ തങ്ങളെ മനസ്സ് ഒന്നും കൂടി കുതിക്കുക തുടങ്ങിട്ടോ സ്നേഹത്താൽ മനസ്സൊന്നു വെപ്രാളിക്കുക തുടങ്ങിട്ടോ തിരിച്ച് മദീനത്തുക്ക് പോയെങ്കെന്തേ ചൊല്ലൊരു ആഗ്രഹം അങ്ങനെ മദീനത്തുക്ക് വന്ന് ഇമാം ഖസ്തലാനി റഹിമഹുല്ലാഹ് മവാഹിബുൽ ദുനിയയിൽ കൊണ്ടുവണ്ട് അങ്ങനെ മദീനത്തുക്ക് വന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോ നബി തങ്ങൾ വഫാത്തായിട്ടുണ്ട് ചെറിയ മക്ക ഓടി വന്നാറ് പെണ്ണുങ്ങളെല്ലാം എണിച്ചിരച്ചാറ് ആണിങ്ങളെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടുള്ളാറ് ഇപ്പത്തെ ഇന്നത്തെ ബാങ്ക് അത് ബിലാൽ തങ്ങളെ ബാങ്കായിട്ടിക്കോ എല്ലാരും പ്രതീക്ഷയുണ്ട് മദീനത്തിൽ ഇന്ത് കൊടുക്കൂടെ ബാങ്ക് അത് ബിലാൽ തങ്ങളെ ബാങ്കായിട്ടിക്കോ അത്ര ചന്തത്തെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അങ്ങനെ മദീനത്തേക്ക് എത്തിത്തു എല്ലാ മക്കളും സ്വാഗതാക്കിയാറ് ബിലാൽ തങ്ങളുടെ ചെന്നാറ് ബിലാലെ ബാങ്ക് കൊടുക്കണോ ബിലാൽ തങ്ങൾ ചൊല്ലണോ നിന്റെ കൊണ്ട് സാധ്യയില്ല ഓ മുഅ്മിനീങ്ങളെ എന്തൊരു സ്നേഹല്ലേ നബി തങ്ങളെ സ്നേഹിക്കറേ എന്തോരു മാധുര്യല്ലേ സ്നേഹിച്ചകുല്ലേ പ്രതിഫലം മദീനത്തിൽ ബാങ്ക് കൊടുക്കുക ബിലാൽ തങ്ങൾ റെഡിയാവില്ല പിന്നെ മാ ബിലാൽ തങ്ങൾ ഒന്നും കൂടി ചൊല്ലോ നിന്റെ കൊണ്ട് കൊടുക്കുക സാധ്യയില്ല പിന്നെയും മക്ക ചൊല്ലാറ് ബാങ്ക് കൊടുക്കണോ അവസാനം മക്കൾക്ക് വേണ്ടി ബാങ്ക് കൊടുക്കണോ ബാങ്ക് ഒന്ന് തുടങ്ങിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ബിലാൽ തങ്ങൾ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ചൊല്ലുമ്പോ പൊട്ടി പൊട്ടി കരഞ്ഞോണ്ടുണ്ടോ മനസ്സിൽ നിന്നിട്ട് ശബ്ദപുറത്ത് വന്നോട്ടില്ല ബിലാൽ തങ്ങളെ ബാങ്ക് കാത്തു കൊടുക്കുക വേണ്ടിട്ട് മദീനത്തെ ആയിരക്കണക്കിന് ആളുമാർ കാത്തോണ്ടുള്ളാറ് നൂറുകണക്കിന് സഹാബികൾ കാത്തോണ്ടുള്ളാറ് നൂറുകണക്കിന് വനിതകൾ ഔത്തുലു കാത്തോണ്ടുള്ളാറ് ബിലാൽ തങ്ങളെ ബാങ്ക് പൂർത്തിയാവില്ല പിന്നെയും ശ്രമിക്കട് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ബാങ്ക് കൊടുക്കുക സാധ്യയില്ല ചരിത്ര ചൊല്ലു ബിലാൽ തങ്ങൾ അതിൽ പിന്നെ ബാങ്കേ കൊടുത്തില്ല മദീനത്തില് പിന്നെ ബിലാൽ തങ്ങളെ ബാങ്കിടെ ശബ്ദമേ കേട്ടില്ല ജീവിതം സമർപ്പിക്കണോ നബി തങ്ങളക മദീനത്തില് ജീവിതം സമർപ്പിക്കണോ നബി തങ്ങളെ ആഗ്രഹമാവണോ ഞങ്ങൾക്ക് നബി തങ്ങളെ ചിന്തയാവണോ ഞങ്ങൾക്ക് നബിയുമായിട്ടുള്ള സ്പർശനയോ നബിയുമായിട്ടുള്ള ബന്ധവേണോ ഞങ്ങൾക്ക് ഓ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെ ഉള്ള കാലത്തോളം ഞങ്ങൾക്ക് പേടിയില്ല ഇമാം റാസി റളിയല്ലാഹു അൻഹു ചൊല്ലുല്ലേ ഫശറഫുക ബാക്കിൻ ഇലാ യൗമിൽ ഖിയാമ നബിയേ തങ്ങളെ ഷറഫ് തങ്ങളെ ഈ മദദ് തങ്ങളെ ഈ സഹായ തങ്ങളെ ഈ എല്ലാ വിധത്തിലുള്ള വിഷയങ്ങൾ അത് ഖിയാമത്ത് നാൾ വരെ ബാക്കിയാണ് നബിയേ മദീനത്തേക്ക് പോവാത്ത രാജാവുണ്ട് മദീനത്തേക്ക് പോവാത്ത ഇമാമിങ്ങളുണ്ട് മദീനത്തേക്ക് പോവാത്ത ഏതെങ്കിലും ഒരു പ്രവർത്തകരുണ്ട് ഏതൊരാള് മദീനത്തേക്ക് പോയെങ്കിലും അവിടെ പോയിട്ടുള്ള പ്രതീക്ഷ യാ റസൂലല്ലാഹ് ഞങ്ങൾക്കൊന്നും മാപ്പ് തരണോ ഞങ്ങളെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണോ ഞങ്ങളെ കഷ്ടങ്ങളൊന്നും നീക്കി കിട്ടണോ ഞങ്ങളെ കഷ്ടങ്ങളൊന്നും ദൂരീകരിക്കണോ ഞങ്ങളെ ദാരിദ്ര്യം ഒന്ന് നീക്കി കിട്ടണോ ഉമ്മമാരെ നിങ്ങളെ മനസ്സിൽ ബേജാറുണ്ടാ കഷ്ടമുണ്ടാ നഷ്ടമുണ്ടാ ദുഃഖമുണ്ടാ മക്കളെ വിഷയത്തിൽ ദുഃഖമുണ്ടാ മാപ്പിളയുടെ വിഷയത്തിൽ ദുഃഖമുണ്ടാ കാലികളെ വിഷയത്തിൽ ദുഃഖമുണ്ടാ കുടുംബത്തെ വിഷയത്തിൽ ദുഃഖമുണ്ടാ ഏൽപ്പിക്കറോ
മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ ഞങ്ങളെ പരിഹാരം നബിയാണ്, കഷ്ടത്തുകുള്ള പരിഹാരം നബിയാണ്, ഞങ്ങളെ എല്ലാ നഷ്ടത്തുകുള്ള പരിഹാരവും അത് നബി തങ്ങളാ. ആ നബി തങ്ങളുടെ സഹായം ഇല്ലാണ്ട് മഹ്ശറ രക്ഷപ്പെടില്ല, ആഖിറ രക്ഷപ്പെടില്ല. എല്ലാത്തും ഞങ്ങൾക്ക് വേണ്ടിയോ ഒരേ ഒരു നബി, ആലുൽ നബി ദരിയതി വഹുമു ഇലൈഹി വസീലതി അർജു ബി മുതഗദാ ബിയദിൽ യമീനി സഹീഫതി. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ചൊല്ലില്ലേ, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ചൊല്ലില്ലേ, ലക്ഷക്കണക്കിൽ ഹദീസ് മനപ്പാടമുള്ള ഞങ്ങളെ നേതാവല്ലേ, മദ്ഹബുടെ ഇമാമല്ലേ, മദ്ഹബുടെ ഇമാമായ ഷാഫി തങ്ങളെ ചൊല്ലു. നബി തങ്ങളുടെ പാരമ്പര്യ, നബി തങ്ങളുടെ അഹ്ലു ബൈത്ത് ചൊല്ലെ ഖറാബത്ത, ആ ഖറാബത്ത് നന്റെ രക്ഷപ്പെടുത്തുക ഒരു മാർഗമോ, ആഖിറത്തിൽ നന്റെ രക്ഷപ്പെടുകോ, നാടൊന്ന് രക്ഷപ്പെട്ട് കിട്ടുകോ. നബി തങ്ങൾ അഹ്ലു ബൈത്ത് നന്റെ സാന്നിധ്യമാ. ഷാഫിയാണ് കൊണ്ടുണ്ട ഇമാമിങ്ങൾ ചൊല്ലാറ്, ഹിസാബില്ലാണ്ട് സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോണ്ടേ ഒരാളുണ്ട്, ഹിസാബില്ല, അയാൾ ഒരു സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകൂ. പ്രത്യേക ഒരു ടൈറ്റിൽ ഉണ്ട്, ഷാഫി ഇമാം തങ്ങൾ പ്രത്യേകമായ ഒരു സ്വലാത്ത് ചൊല്ലു. ആ സ്വലാത്തിന് കാരണമായിട്ട് ഷാഫി ഇമാം തങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകുള്ള ടിക്കറ്റ് ഉണ്ടോ. ഈ ഷാഫി ഇമാം തങ്ങൾ ചൊല്ലു, നാനിതാ സ്വർഗ്ഗ പോണെങ്കിൽ, നാനിതാ മഹ്ശറയിൽ രക്ഷപ്പെടണമെങ്കിൽ, നാനിതാ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹാരമാവണമെങ്കിൽ എല്ലാത്തിനും കാരണക്കാർ നബി തങ്ങളെ കുടുംബമാ. കാണുമ്പോ നെറ്റുമുദ്ര ചുംബിക്കല സുന്നത്താണ്, പോലും ചുംബിക്കാൻ. കുറെ കള്ളത്തൊരീക്കത്ര ആളുമാരുണ്ട്, ഞങ്ങളെ കാല് ചുംബിച്ചെങ്കിൽ അങ്ങനല്ല. ഞങ്ങളെ ഈ ചൊല്ലെ തങ്ങന്മാർ, അതുപോലെ വലിയ മഹാന്മാർ അങ്ങനെ കാല് വരെ ചുംബിക്കടെ മുത്തുരെ മുത്തുരെ സുന്നത്തായിട്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രേമം, അത് നല്ല ബന്ധവും അതാണ്. എല്ലാം കൂടെ സ്വലാത്തില്ലേ ഉണ്ടല്ലേ, ആ സ്വലാത്തുകളുടെ പറ പ്രശ്നങ്ങൾക്ക് പരിഹാരം നബി തങ്ങളെ കരുതി വെക്കുക. ഖുർആൻ സാക്ഷിയാണ്, ഖുർആൻ ചൊന്നറോ ഇന്നല്ലാഹ വ മൗലാഹു വ ജിബ്രീലു വ സാലിഹുൽ മുഅ്മിനീൻ. അല്ലാഹ് സഹായിയാണ്, ജിബ്രീൽ സഹായിയാണ്, അമ്പിയാക്കൾ സഹായിയാണ്. ഖുർആൻ ചൊന്നോ ഈ പാട്ടില്ല സൂറത്തുൽ മാഇദയിൽ ചൊന്ന ഇന്നമാ വലിയുകുമുല്ലാഹു വ റസൂലുഹു വല്ലദീന ആമനു വല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത വഹും റാകിഊൻ വമൻ യതവല്ലല്ലാഹ വ റസൂലഹു ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. അല്ലാഹു സഹായ, റസൂൽ സഹായ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ സഹായ, സാലിഹീങ്ങൾ സഹായ. ഇമാം റാസി തങ്ങൾ ചൊല്ലു, ഇന്നമാ വലിയുകുമുല്ലാഹ് ലൈസ ഇല്ലാ ബിമഅന നാസിരി വൽ മുഹിബ്ബി. സഹായി ചൊല്ലുന്ന അർത്ഥമേ അത് കുല്ലു, അല്ലാത്ത അർത്ഥ ഇല്ല. അപ്പോൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ സഹായി, ആ സഹായിയായ ഔലിയാക്കന്മാരെ മുട്ട ഞങ്ങൾ പോണ്ട, നബി തങ്ങളെ ഞങ്ങൾ മുട്ട പോണ്ട, നബി തങ്ങളെ വസീലയാക്കട. അല്ലാഹു കബൂലാക്കട്ടോ ഇൻഷാ അല്ലാഹ്. ഒരു കാര്യം മാത്രം ചൊന്നിട്ടോ ഞങ്ങൾ നിപ്പ നാ ചൊല്ലുന്ന കുറേ ചെന്ന ചീട്ട് വന്നു ഇൻഷാ അല്ലാഹ്. എല്ലാവരും നെൻസിരി എല്ലാരും സ്വലാത്ത് ചൊല്ലുറു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തെ ചിന്തിച്ച് ചൊല്ലു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി
وسلم റഹ്മാനായ അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കു റബ്ബ്. ഞങ്ങളെ സ്വലാത്ത് നീ മദീനത്ത് കാട്ടിക്കൊടുക്കു റബ്ബ്. ആ മദീനത്തെ രാജാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദദ് ഞങ്ങളെ ഈ റായത്തും ജമാഅത്തും ഓരോ ആണ് പെണ്ണ് കടക്കം മുഅ്മിനീങ്ങൾക്ക് നീ ഇട്ടു തരണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവ് കാണണോ? എല്ലാവർക്കും ആഗ്രഹം ഉണ്ടല്ലേ? മദീന ഒന്ന് കണ്ടു കിട്ടണോ? എത്ര വർഷത്തെ കൊതി ആഗ്രഹിച്ചിട്ട് ബാക്കി. എത്ര ദ്വാർന്നോണ്ടുള്ളാറ് ഞങ്ങളെ ഉമ്മമാർ, എത്ര ദ്വാർന്നോണ്ടുള്ളാറ് ഞങ്ങളെ പ്രവർത്തകർ. മദീന ഒന്ന് കിട്ടണോ അല്ലേ? അതല്ലേ നഅ്ലു ശരീഫ്. നിങ്ങൾ നോക്കിടാറാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നഅ്ലു ശരീഫ് ഉണ്ടാ നബി തങ്ങളുടെ ധരിച്ച ചെരുപ്പിടെ ഫോട്ടോ ചിത്ര ഉണ്ടാ ഉണ്ടോ? ആ ഫോട്ടോ നിങ്ങളെ പോക്കറ്റില്, അല്ലെങ്കിൽ നിങ്ങളെ വാഹനത്തില്, അല്ലെങ്കിൽ നിങ്ങളെ ഔത്തുലു, അല്ലെങ്കിൽ നിങ്ങളുമായി കൊണ്ട് നടക്കുന്ന വിഷയത്തില് കൂടി വയ്ക്കൊരു. നബി തങ്ങളെ മദീന കാണോ? നബി തങ്ങളെ സ്വപ്നത്തിൽ കിനാവുല് കാണോ? ഫതുൽ മുതആലില് ബഹുമാനപ്പെട്ട ഇമാം ശിഹാബുദ്ദീൻ മുഖ്രി തങ്ങളെ ചൊല്ലോ. അതുപോലെ ഇമാമിങ്ങളെ ചൊല്ലാറ്. ആ ഫോട്ടോയുടെ രൂപം ഒന്നുണ്ട് നിങ്ങൾക്ക്. അതേ യൂസുഫ് നബ്ഹാനി തങ്ങൾ ഈ കിതാബിന്റെ മുസന്നിഫ്, ഈ കിതാബ് എഴുതിയ ആളായിട്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി തങ്ങള്. ഈ യൂസുഫ് നബ്ഹാനി തങ്ങള് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെറുപ്പുടെ ഫോട്ടോ വരച്ചിട്ട് മദീനത്തിലല്ലേ ഞങ്ങളിപ്പ ഉള്ളേ? ഞങ്ങളിപ്പ മദീനത്തല്ലേ ഉള്ളേ? ആരെ ചിന്തയും പറയപ്പെടാവണ്ട. ഞങ്ങളിപ്പ മദീനത്തെ റൗള ശരീഫിന്റെ മുട്ട ഉള്ള എല്ലാരും മദീനത്തെ പച്ചക്കുപ്പയുടെ തായ്വരത്തിന്റെ അടിയിൽ കാത്തുകൊണ്ടുള്ള യൂസുഫ് നബ്ഹാനി തങ്ങള്. അതേ ഇന്നീ ഖതംതു മിസാല നഇലിൽ മുസ്തഫ ലിയഈശ ഫീ ദാരൈനി തഹ്ത ളിലാലിഹാ സയ്യിദ് ഇബ്നു മസ്ഊദ് ബിഖിദ്മതി നഇലിഹി വഅന സഈദു ബിഖിദ്മതി ലിമിസാലിഹാ. യൂസുഫ് നബ്ഹാനി തങ്ങള് നൂറുകണക്കിന് കിതാബ് എഴുതി വെച്ചിരു, നൂറുകണക്കിന് കിതാബ് എഴുതി വെച്ചിരു, നൂറുകണക്കിന് കിതാബ് നമ്മുടെ മുട്ട ബഹുമാനപ്പെട്ടവരെ തൊണ്ടു. അയാള് ചൊല്ലു നാണിതാ നബി തങ്ങളെ ചെറുപ്പുടെ ഫോട്ടോ വരച്ചത് എന്തിനു കൊണ്ടുണ്ടാ? ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു മസ്ഊദ് ബിഖിദ്മതി നഇലിഹി വഅന സഈദു ബിഖിദ്മതി ലിമിസാലിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജീവിച്ചുള്ള കാലത്തില് നബി തങ്ങളെ ചെറുപ്പ് അപ്പറ ഇപ്പറ വെച്ചോണ്ടിരുന്നത് ഇബ്നു മസ്ഊദ് തങ്ങള്. അതേ ഇബ്നു മസ്ഊദ് തങ്ങള് അവിടെ ചെറുപ്പം മാറ്റിയെങ്കില് അതിനെ എടുത്തിട്ട് ഇപ്പറ ബൈക്കറ് കൂടെ ചെറുപ്പം മാറ്റിയെങ്കില് നബി തങ്ങള് പോകുമ്പോ ആ ചെറുപ്പ് ഇട്ട് കൊടുക്കുറോ. ഇബ്നു മസ്ഊദ് തങ്ങള് ചെറുപ്പുടെ ഖിദ്മത്ത് കൊണ്ട് സ്വർഗ്ഗത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ചെറുപ്പുടെ ഒരു ഫോട്ടോ നാണിതാ വരച്ചിട്ടുള്ള, നാണിതാ ആക്കിയിട്ടുള്ള. എന്റെ അഭിപ്രായം ഒന്നും അതിലില്ല. ഇമാമിങ്ങളെ കിതാബിൽ നിന്നിട്ട് ഓരോ ചെറുപ്പുടെ ശേഖരണ ശൈലി, അതിലെ പിക്ചർ, അതിലെ ഫോട്ടോ എങ്ങനെ ഉണ്ടാക്കണോ ചൊന്നിട്ടു ഉണ്ടാക്കി വെച്ചിരു. ഈ ഉണ്ടാക്കിയ ചെറുപ്പുടെ ഫോട്ടോ അത് നഗ്നാല നബി തങ്ങളെ ശഫാഅത്തിൽ കൂടുകോ, നബി തങ്ങളെ സ്വർഗ്ഗത്തിൽ കൂടുകോ. അതൊരു കാരണായിട്ടിക്കരു. ആ ചെറുപ്പുടെ ഫോട്ടോ എന്തും നമുക്ക് ഗൂഗിളിലുണ്ടോ? നിങ്ങളെ പ്രവർത്തകർ ആ ഫോട്ടോ എടുക്കറോ, നിങ്ങളെ പോക്കറ്റിലൊന്ന് ബൈക്കറോ, ആ ഫോട്ടോ എടുക്കറോ. ഉമ്മ നിങ്ങളെ ഹാൻഡ് ബാഗിലൊന്ന് വെച്ചുക, ആ ഫോട്ടോ എടുക്ക്. നിന്റെ ഔത്തിലൊന്ന് ബൈ. പിന്നെ ആ ഔത്തില് ദാരിദ്ര്യം ഇല്ല, പിന്നെ ആ ഔത്തില് ഫഖറില്ല,
പിന്നെ തീയില് കത്തില്ല, പിന്നെ ആത്മഹത്യയില്ല, പിന്നെ കടയില്ല, പിന്നെ നഷ്ടയില്ല, പിന്നെ ദുഃഖയില്ല, പിന്നെ പ്രയാസയില്ല, പിന്നെ ഗലാട്ടയില്ല, പിന്നെ ഐക്യമേ ഉള്ളൂ, സന്തോഷമേ ഉള്ളൂ, റാഹത്തേ ഉള്ളൂ, ദാരിദ്ര്യമില്ല. ഞാൻ ചൊന്നോട്ട് വന്നത് ആ ഒരു വിഷയങ്ങളാ ഞങ്ങൾ ഒന്ന് എടുത്തു വെച്ചെങ്കിലോ നാളെ സ്വർഗത്തിന് പോകുമ്പോ തങ്ങളെ ആ സ്വർഗ ഉദ്ഘാടനയാക്കുമ്പോ പാവപ്പെട്ട ഞങ്ങളൊന്ന് കൂടിയാലോ, ഞങ്ങൾ ഒന്ന് അതിന് അടിയിൽ പെട്ടുപോയെങ്കിലോ രക്ഷപ്പെട്ടില്ലേ, നഷ്ടയില്ലല്ലേ. എന്റെ മുട്ടുവരെ പേർപ്പുള്ള ഒരു കാലമുണ്ടോ, എന്റെ നടുവരെ പേർപ്പുളു കുളിക്കിട ഒരു കാലമുണ്ടോ, എന്റെ നെഞ്ഞു വരെ പേർപ്പുളു കുളിക്കിട ഒരു കാലമുണ്ടോ. അതിനാസി കനയുവാസി അതിൽ ബാസി നസുറൻ നസുറാ ഇതിൽ ഫസ്ലി യൗമൽ ഫസ്ലി കുല്ലു റുസുലിൻ അന്നാ യബ്റാ. അശറൽ അംബിയാക്കളുള്ളാറ്, സലിഹീങ്ങളുള്ളാറ്, അതേ ഔലിയാക്കളുള്ളാറ്, ഇമാമികളുള്ളാറ്, എല്ലാരും ഓടി പോണ്ട നബി തങ്ങളെ മുട്ട, എല്ലാരും ഓടിയ നബി തങ്ങളെ മുട്ട. അന്നാ യബ്റാ മുട്ട പോയെങ്കിലും രക്ഷയില്ല, രക്ഷ ഉള്ള ഒരേ ഒരു നേതാവ്. എത്ര ചന്തല്ലേ പള്ളി വട്ടാറാ, എത്ര ചന്തല്ലേ മദ്രസ വട്ടാറാ, എത്ര ചന്തല്ലേ ഞങ്ങളെ ഈ ക്യാമ്പസ്, എത്ര ചന്തല്ലേ ഞങ്ങളെ ഈ മക്കള്, എത്ര ചന്തല്ലേ ഞങ്ങളെ ഈ ബാലക്കാര്, എത്ര ചന്തല്ലേ ഞങ്ങളെ ഉസ്താദന്മാരുടെ ഈ ഒരു ഡ്രസ്. ഇത് എല്ലാം ധരിപ്പിച്ച പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ശഫാഅത്തിന് വേണ്ടി ഓടി വണ്ട്. ഞങ്ങൾ മാത്രമേ ആ ശഫാഅത്ത് ഉള്ളൂ, ഞങ്ങൾക്ക് മാത്രമേ അധികാരം ഉമ്മത്തീങ്ങൾക്ക് എന്നിട്ടോ നബി തങ്ങൾ ഓർഡർ ചെയ്തില്ലേ ആ ശഫാഅത്തിലൊന്നു കൂടണോ. അതിന് വേണ്ടിട്ടല്ലേ ഞങ്ങളെ സ്നേഹം നബി തങ്ങളുള്ള സ്നേഹമാവണോ. എത്ര തിങ്കളായിട്ട് പള്ളിയുടെ പിറകത്തെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇത്രയും ചന്തമുള്ള പ്രൗഢിയുള്ള എത്ര പൈസകൾ ചെലവാക്കിയ എല്ലാ ചെലവുകളും റബ്ബുടെ മുന്നിൽ അവതരിപ്പിക്കൊണ്ടു. അവതരിപ്പിക്കുമ്പോ റബ്ബ് പൊറുത്തപ്പെട്ടതായെങ്കിലോ നാണൊന്നു രക്ഷപ്പെട്ടു പോയ റബ്ബൊന്ന് ധിക്കരിച്ച് മുട്ടെങ്കിലോ പിന്നെ നക്ക് നഷ്ടല്ലാട്ട് സന്തോഷമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ഉമ്മയുടെ മടിത്തട്ടിലുണ്ടോ, ആ മടിത്തട്ടിൽ തെച്ചിട്ടിക്കുമ്പോ വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ഒരേ പ്രയാസമുണ്ട്. സഫർ തിങ്കളിൽ രാഷ്ട്രപതിനാശ രോഗം പിടിപെട്ടിട്ടുണ്ട്, പണി വന്നിട്ടുണ്ട്, ക്ഷീണം വന്നിട്ടുണ്ട്, നിബിത്തങ്ങൾക്ക് നിക്കുകുത്തിയില്ല, അതേ തളർപ്പോട്ടുണ്ടോ, ആഫിയത്ത് കുറവുണ്ടോ. റബീഉൽ അവ്വൽ 12 ആകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ദുഃഖിതനായി ആയിഷ ഉമ്മയുടെ മടിത്തട്ടിൽ തല വെച്ചിട്ടുണ്ടോ, വഫാത്തുക്ക് വേണ്ടി റെഡിയായിട്ടുണ്ടോ. മദീനത്തെ പിറകത്തില് ഒരാള് പായില് മുട്ടിത്തു, പായില് മുട്ടിട്ട് കേട്ടത് മംഫിൽ നബി തങ്ങളെ കേക്കട് ഔത്തര പായിൽ മുട്ടിയോണ്ടുള്ളത് ആറ് ഫാത്തിമ ഔത്തര പായിൽ മുട്ടുടെ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹാ പായിലിന്റെ മുട്ട വന്ന് നോക്കടോ, ആളെ പിടികിട്ടില്ല, ഗുരുത്തയില്ല. ഫാത്തിമ ഉമ്മ ചൊല്ലു ഫഖാലത്ത് സൈറുയാ അബതാ പാപ്പാ ആരോ ഒരാൾ യാത്ര വന്ന ആളായിട്ടിരിക്കുന്നു, പാപ്പാ നക്ക് ഗുരുത്തയില്ല. നബി തങ്ങളെ വഫാത്തിന്റെ സമയ റബീഉൽ അവ്വൽ 12 മദീനത്തിലെ വെച്ചിട്ട് ഫാത്തിമ ഉമ്മ നോക്കുമ്പോ ഇസ്രായേലിന്റെ പിടി കിട്ടില്ല, ഗുരുത്ത കിട്ടില്ല. നബി തങ്ങളെ കേക്കട് യാ ഫാത്തിമ അൽ തരിഫി അന്നാലെ പിടി കിട്ടോ,
ഫാത്തിമ ഉമ്മ ചൊല്ലല്ല വല്ലോ നക്ക് പിടികിട്ടില്ല നക്ക് മനസ്സിലാവില്ല നക്ക് ഗുരുത്വയില്ല നബി തങ്ങൾ ചൊല്ലു യാ ഫാത്തിമ യാ ഫാത്തിമ അതാ ഫാത്തിമ പറഞ്ഞത് മരണത്തെ വേദന അറിയുക വേണ്ടിട്ട് മരണത്തെ രുചി അറിയുക വേണ്ടിട്ട് മരണത്തെ രുചി പിടിക്കുക വേണ്ടിട്ട് അസ്രായേൽ വന്നത് ഫാത്തിമ അസ്രായേൽ വന്നത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലോ മുഫരിഖുൽ ജമാ കൂടിക്കിടെ പ്രസിഡന്റ് നാളെ മരിച്ചെങ്കിൽ കൂടെ ഉള്ള സെക്രട്ടറിയുടെ മേബാക്കി നാണ് മരിച്ചെങ്കിലോ എന്റെ പെഞ്ഞായി അവത്തുള്ളു ബാക്കി നാണ് മരിച്ചെങ്കിലോ എന്റെ നാല് മക്കാവത്തുള്ളു ബാക്കി നാണിണ്ട് മരിച്ചെങ്കിലോ എന്റെ ഉമ്മാവത്തുള്ളു ബാക്കി നബി തങ്ങൾ ചൊല്ലു പറഞ്ഞത് മരണത്തെ വേദന അറിയുന്നില്ല ഒരാള് റൂഹ് പിടിക്കുന്നില്ല ഒരാള് അയാൾ തന്റെ റൂഹ് പിടിക്കറോ നക്കില് കൂടെ ജീവിക്കില്ല തന്റെ കൂടെയുള്ള സ്വഭാവത്തില്ല തന്റെ മക്കളെ ഭർത്താവായ നാണിനില്ല നബി തങ്ങ ചൊല്ലു യാ ഫാത്തിമ ഇഫ്തഹി ബായിലൊന്നു അപ്പനാക്ക് ഫാത്തിമ ബായിലൊന്നു അപ്പനാക്കി കൊടു ഫാത്തിമ ഉമ്മ ചൊല്ലു ഞാനിതാ ബായിലൊന്നു അപ്പനാക്കി കൊടുത്ത് ബായിലൊന്നു അപ്പനാക്കി കൊടുക്കുന്നു അതേ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹാ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമുടെ ശബ്ദ കേട്ടിട് അസ്രായീലിന്റെ ഫാത്തിമ ഉമ്മ കാണില്ല യഖൂലു അസ്രായീൽ ചൊല്ലു അസ്സലാമു അലൈക്കും യാ അഹ്ലൻ നുബുവത്തി വറിസാല ഓ നുബുവത്തിന്റെ നബിയേ റസൂലായിട്ടുള്ള നബിയേ പ്രവാചകരായ നബിയേ അല്ലാഹുടെ രക്ഷ അല്ലാഹുടെ സലാമ നിങ്ങളെ മേലിക്കട്ടു നബി തങ്ങൾ ചൊല്ലു വഅലൈക്കസ്സലാം വറഹ്മത്തുള്ളാഹി യാ അഖീ യാ അസ്രായീലേ വഅലൈക്കുമുസ്സലാം അന്ത അസ്രായീലേ അജിതനി സൈറാ അം ഖബിദാ നന്റെ മുട്ട എന്തിക്ക് വന്നേ നന്റെ നോക്കുക വന്നേമാ അല്ലെങ്കിൽ തന്റെ റൂഹ് പിടിക്കുക വന്നേമാ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കറോ എന്തൊരു സന്തോഷത്തെ പലക അസ്രായേലിനൊട്ട് കേക്കട് നന്റെ റൂഹ് പിടിക്കുക വന്നേമാ അല്ല നല്ല നോക്കിട്ട് സംസാരിച്ചിട്ട് സംഭാഷണം നടത്തി പോകും വന്നേമാ അസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം അപ്പ ചൊല്ലു മാസുറുതു അഹദൻ ഖബ്ലക യാ ഹബീബി ഫീ ദാരിൽ ഹയാ ഈ ദുനിയാവു ചൊല്ല ലോകത്തില് ഇണ്ടു തോള ഒരാളെയും നാണ് ഫസ്റ്റിക്ക് പോയിട്ട് സ്വാഗതാക്കിട്ടില്ല ഫസ്റ്റിക്ക് പോയിട്ട് വാർണിംഗ് ആക്കിട്ടില്ല ഫസ്റ്റിക്ക് പോയിട്ട് സന്തോഷം ചൊന്നിട്ടില്ല ഫസ്റ്റിക്ക് പോയിട്ട് സലാം ചൊന്നിട്ടില്ല വലകിന്നു മിറുതു അന്നകൂന ബിക ഷഫീഖാ പടച്ചറപ്പുടെ ഓർഡറുണ്ട് പടച്ചറപ്പുടെ ഓർഡറുണ്ട് പടച്ചറപ്പുടെ ആദേശമുണ്ടോ പടച്ചറപ്പുടെ കൽപ്പന ഉണ്ടോ ഞാനിതാ നബി തങ്ങളെ റൂഹ് പിടിക്കുക പോമ്പോ വലൈക റൗഫാ ആരെയും പെടുങ്ങളെ പിടിക്കും പോലെ നാണ് റൂഹ് നിങ്ങളെ പിടിക്കുക തീറോ നാണ് എല്ലാരെ വലിച്ചെടുക്കും പോലെ നാണ് നിങ്ങളെ റൂഹ് പിടിക്കുക തീറോ അപ്പോളായിട്ട് നബി തങ്ങളെ ചൊല്ലോ ഓ അസ്രായീലേ റൂഹ് പിടിക്കോ റൂഹ് പിടിക്കോ റൂഹ് പിടിക്കോ സമ്മതമാ
സമ്മതമാ സമ്മതമാ നക്കിതാ പൊറുത്തവുണ്ടു എന്റെ റൂഹ് പിടിക്കൊറൂ. അപ്പോഴല്ലേ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളെ സമ്മതം കേട്ടു. നബി തങ്ങളെ റൂഹ് പിടിക്കുക വേണ്ടി വരുമ്പോ മുഅ്മിനീങ്ങളെ ദോഷികളോ എന്നകള അവസ്ഥ എന്തൊരു എത്ര ദോഷം ചെയ്ത നിങ്ങളല്ലേ. ഒരു നാളുക എത്ര കളവ് ചൊല്ല നിങ്ങളല്ലേ. ബിസിനസ്സിലെ കളവല്ലേ നിങ്ങളത്, ഏർപ്പാടില് കളവല്ലേ നിങ്ങളത്, കൂടി നടക്കുമ്പോ കളവല്ലേ നിങ്ങളത്. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൂഹ് പിടിക്കുക തുടങ്ങിടു. കാലുടെ അടിഭാഗത്തിലായിട്ട് റൂഹ് പിടിക്കിടത്. ഓ മുഅ്മിനീങ്ങള് നാളെ നന്ദയും റൂഹ് പിടിക്കുന്നുണ്ടു, കൂടെയുള്ള നിങ്ങളെയും റൂഹ് പിടിക്കുന്നുണ്ടു. കാലുടെ കൊമ്പ വിരലായിട്ട് റൂഹുടെ തുടക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൂഹ് ഒന്ന് പിടിക്കൂ. കാല് ഭാഗത്തിൽ തുടങ്ങുമ്പോ അതേ നബി തങ്ങൾ ചൊന്തു മഅല്ലദീന അൻഅമല്ലാഹു. അതേ കൊമ്പ വിരലിട്ട് റൂഹ് പിടിക്കുക തുടങ്ങിട്ടോ മുട്ടുവരെ എത്തിട്ടോ. ഓ മുഅ്മിനീങ്ങളെ മരിച്ചെങ്കിൽ കാലല്ലേ ഫസ്റ്റ് ചപ്പവിടോ, കാലിന്റെ ചൂടല്ലേ ഫസ്റ്റ് ആറിടോ. ഫസ്റ്റ് തുടങ്ങിടമേ കൊമ്പ വിരലിൽ റൂഹ് പിടിച്ചിട്ടോ. അങ്ങനെ മുട്ടുടെ അവിടെ എത്തുമ്പോ നബി തങ്ങ ചൊല്ലു നാനിതാ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹി. അതേ മുട്ടുവരെ റൂഹ് കിട്ടിയെങ്കിലോ അല്ലാഹു നിഅമത്ത് ചെയ്ത, അല്ലാഹു വിജയം നൽകിയ, അല്ലാഹു പൊരുത്തപ്പെട്ട നബിമാരെ കൂടെ വലമ്മാ വസലത്ത് ഇലാ സുറത്തി റൂഹ് പിടിച്ചിട്ട് ഞങ്ങളെ പൊക്കുളുടെ അവിടെ എത്തിട്ട് ആ പൊക്കുളുടെ അവിടെ എത്തുമ്പോ നബി തങ്ങൾ ചൊല്ലു അന്ന മറബന ഇലല്ലാഹ്. ഞങ്ങൾ തിരിഞ്ഞ് മടങ്ങി പോണ്ട ഒരു ലോകമുണ്ട്. ആ ലോകമല്ലേ പള്ളിക്കാട്ടിലെ ഖബറുസ്ഥാനില് അല്ലാഹുടെ മുട്ട പോണ്ട ഒരു നാളുണ്ട്. അത് റബ്ബുടെ മുട്ടമാ. വലമ്മാ വസലത്ത് ഇലാ സദ്രിഹി റൂഹ് പിടിച്ചിട്ട് നെഞ്ചി വരെ എത്തിട്ട് ഞങ്ങളെ ഹബീബ് തങ്ങളെ റൂഹ് പിടിക്കണത് നെഞ്ചിൽ എത്തുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു ഇന്നാ ലില്ലാഹ്. നബി തങ്ങൾ ചൊന്തു ഇന്നാ ലില്ലാഹ്. തിരിച്ചിട്ട് ഹൽക്കട മുട്ട റൂഹൊന്നു എത്തുമ്പോ നബി തങ്ങൾ ചൊന്തു വാ കർബാ. എന്തൊരു നൊമ്പല റബ്ബ്, എന്തൊരു നൊമ്പല ഉണ്ടോ. റൂഹ് ചൊല്ല ഈ ഒരു വിഷയം എന്തോ ഒരു പ്രയാസമുണ്ടോ. അപ്പളായിട്ട് ഫാത്തിമ ഉമ്മ ചൊല്ലോ കർബകൽ യൗമ യാ അബതാ. ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ, ഇന്നത്തെ ഡേ അല്ലേ നബിയെ. തങ്ങളെ കൂടെയുള്ള നാണും നിങ്ങളോ ഇനി പിന്നെ ഞങ്ങൾക്ക് കാണുകയില്ലല്ലേ. നബി തങ്ങളെ റൂഹ് പിടിച്ചിട്ട് ഫാത്തിമ ഉമ്മയും പൊട്ടിക്കരഞ്ഞിട്ട് ഫാത്തിമ ഉമ്മയും ആയിഷ ഉമ്മയോ കൂടെയുള്ള സഹാബത്തും എല്ലാരും കരഞ്ഞാറ്. മാത്രം ആഗ്രഹിച്ചാറ് അല്ലേ ഇന്നത്തെ നാളെ ഇന്നത്തെ ഒരു ജാവോ റജാവായ നബി തങ്ങൾ ഉദിച്ചു വന്ന ജാവല്ലേ തിങ്കളാഴ്ച ജാവു റബീഉൽ അവ്വൽ 12 ഇന്നത്തെ ജാവ്. റബ്ബേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. മദീനത്തിൽ ഞങ്ങളെ നീ എത്തുവാട്ടണേ അല്ലാഹ്. നിങ്ങളെല്ലാ ഖൈറാത്ത് ഈ പാവപ്പെട്ട നക്കുങ്ങളെ കുടുംബത്തിനും എന്റെ എല്ലാമെല്ലാമായ വന്യരായ ഉസ്താദ് അവർകൾക്കും നിങ്ങൾ ദ്വാരക്കണോ ചൊല്ലുന്ന വസിയത്തോടുകൂടെ